ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. അലിസർ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. മാം എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കാവോ? ആ ഗുഡ് മോർണിംഗ് എവരിവൺ. ഗുഡ് മോർണിംഗ്. Good Good morning. morning. എല്ലാവർക്കും എന്നെ കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ടോ? ഉണ്ട് സർ, ഉണ്ട്. Okay അല്ലേ? വെൽക്കം. ഇപ്പൊ വിംബിളിന്റെ 191ാമത്തെ മോർണിംഗ് സർക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതിനകത്ത് പലർക്കും എന്നെ അറിയില്ല. അപ്പൊ എന്നെ അറിയാത്തവർക്കും അറിയാവുന്നവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ എന്നെ ഒന്നുകൂടെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനസ് എന്നാണ്. ഞാൻ കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് എൻ്റെ സ്വദേശം. ഇപ്പോൾ ഞാൻ സൗദി അറേബ്യയിലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ട്രെയിനിങ് ആയിട്ടുള്ള ഒരു മേഖലയിലും പിന്നെ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും പിന്നെ കുറച്ച് പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഏതാ ദിവസം? ഏതാ ദിവസം? മൺഡേ. മൺഡേ അല്ലേ? മൺഡേ എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച ദിവസത്തിന് പ്രത്യേകത എന്താ? തിങ്കളാഴ്ച ദിവസത്തെ പ്രത്യേകത? ഫ്രഷ് ആയിട്ട് ആരംഭിക്കുകയാണ്. ഫ്രഷ് ജോലിയിൽ ആയിട്ട് ജോലിയിൽ ആരംഭിക്കുകയാണ്. ജോലിയിലാണ്. അതെ, ഒന്നോ അല്ലെങ്കിൽ 2 ദിവസത്തെ അവധിക്ക് ശേഷം നമ്മളിൽ പല ആൾക്കാരും ജോലിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ പണ്ട് പഴയ കാലത്തൊക്കെ, അത് പഴയ കാലത്തായാലും ശരി, നമ്മുടെ കുട്ടിക്കാലത്തായാലും ശരി, ഈവൻ ഇപ്പോൾ പോലും പല ആൾക്കാർക്കും തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമല്ല. കാരണം എന്താ? ഫാമിലിയോടൊക്കെ കൂടി അത്യാവശ്യം ഒരു ഹോളിഡേയ്സ് ഒക്കെ ആഘോഷിച്ചതിന് ശേഷം ഒരു നമ്മുടെ ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക്, ഒന്നുകിൽ ജോലിയാകാം അല്ലെങ്കിൽ പഠനത്തിന്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കാകാം, അതിലേക്ക് മുഴുകി പോകുമ്പോൾ പലർക്കും തിങ്കളാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം ചിലർക്കൊക്കെ ഇഷ്ടമല്ലാത്തവരും ഉണ്ട് അല്ലേ? അപ്പം എനിവേ, ഇന്നത്തെ ഈ ഒരു ദിവസം തന്നെ നിങ്ങൾ എല്ലാവരും രാവിലെ, ആരുടെയും മുഖമൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ എല്ലാവരും നല്ല സന്തോഷത്തോടെ നല്ല ഫേസോട് കൂടി ഇരിക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പറ്റുന്നവരൊക്കെ അത് ക്യാമറ ഓൺ ആക്കാവോ? ഏതെങ്കിലും ഡ്രൈവിങ്ങോ മറ്റെന്തെങ്കിലും ജോലിയിലോ ഒക്കെ ഇന്ററാക്ട് ചെയ്യുന്നവരാണെങ്കിൽ വേണ്ട, അല്ലാത്തവരൊക്കെ പറ്റുന്നവരൊക്കെ ക്യാമറ ഓൺ ആക്കി വെക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾ ഈ അടുത്തിടെയായിട്ട് നമ്മൾ എപ്പോൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കി നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് പാരന്റിങ്ങിന്റെ ഒരു സബ്ജക്റ്റ്. ഏതെങ്കിലുമൊക്കെ ഒരു പാരന്റിങ് ടിപ്സോ പാരന്റ് സ്റ്റൈലൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയാസ് വഴി കാണാൻ സാധിക്കും അല്ലേ? അപ്പം ഇന്ന് ആ ഒരു പാരന്റിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പം എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ഒന്നുകിൽ ചാറ്റ് ഉപയോഗിച്ച് റെസ്പോണ്ട് ചെയ്യാം, അല്ലെങ്കിൽ മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ഈ കൂട്ടത്തിൽ എത്ര പേരാണ് പാരന്റിങ് ആയിട്ടുള്ളത്? എത്ര പേര് പാരന്റിങ് ആയിട്ട്? എസ് ഓർ നോ ടൈപ്പ് ചെയ്യുക. വൈ ആണെങ്കിൽ പാരന്റ് ആയിട്ടുള്ള ആൾക്കാർ വൈ ടൈപ്പ് ചെയ്യുക, നോ ആണെങ്കിൽ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ആ റംസിയ, അബി, ഓക്കെ, ആതിര, ഒരുപാട് ചാറ്റിനകത്ത് എസ് ആണ് ടൈപ്പ് ചെയ്യുന്നത്. ആരും ഇതിനകത്ത് പാരന്റ് അല്ലാത്ത, ഇതുവരെ പാരന്റ് അല്ലാത്തതായിട്ട് ആരും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എനിവേ, ഓൾമോസ്റ്റ് ഈ ഇന്ന് നമ്മുടെ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാരും പാരന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഈ പാരന്റ് ആയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും, ഞാൻ നിങ്ങളോട് ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരല്ലേ? ഈ കൂട്ടത്തില് പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരല്ലേ? Yes, sir. ഓക്കെ, അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖല കുറച്ചു പേരൊന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന് മൈക്ക് ഓപ്പൺ ആക്കി പറയാം. അല്ലാത്തവർക്ക് ചാറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്ന മേഖല ജസ്റ്റ് ചാറ്റിൽ പറയാം. ടീച്ചിങ്, സജന മാം ടീച്ചിങ് ആന്ന് പറഞ്ഞു. ഓക്കെ, ഞാനും ടീച്ചിങ് സാർ. ആരായിരുന്നു പറഞ്ഞത്? ബോബി. ബോബി മാഡം ടീച്ചിങ് ആന്ന് പറഞ്ഞു. സോറി, എനിക്ക് അതിനകത്ത് സ്ക്രീനിൽ കാണാത്തോണ്ടാണ് കേട്ടോ. ഓക്കെ, വേറെ? റംസിയ മാഡം ടീച്ചിങ് എന്ന് പറഞ്ഞു. ഈവൻ ഹൗസ് വൈഫ് ആണെങ്കിൽ അതും പറയാം കേട്ടോ. ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും നമുക്ക് പറയാം. അത് നമുക്ക് നിസ്സാരവൽക്കരിച്ച് കളയാനുള്ളതല്ല. ഓക്കെ, ചന്ദ്ര മാഡം അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ അബിസാറിന് ഓൾറെഡി എനിക്കറിയാം. റോസ് സാർ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഓക്കെ, അക്ഷര മാഡം ഓൺലൈൻ വർക്ക് ചെയ്യുന്നു. ഓക്കെ, എല്ലാവരും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞോ?
ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഓക്കെ, ആയിഷ മാം സൈക്കോളജി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്ന മേഖല ഏതായിക്കോട്ടെ, ഏത് മേഖലയിൽ വർക്ക് ചെയ്താലും ഈ വർക്ക് ചെയ്യുന്ന മേഖലകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഗ്രിയോ PGയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സുകളൊക്കെ പഠിച്ചിട്ടോ അതല്ല എങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസിന്റെ പുറത്തായിരിക്കും നിങ്ങൾ ആ ഒരു മേഖല വർക്ക് ചെയ്തു വരുന്നത്, അല്ലേ? അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ആരെങ്കിലും ഉണ്ടോ ഈ ഒരു ഫീൽഡ് ഒരു എക്സ്പീരിയൻസോ ഒന്നും പഠിക്കാതെ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല അല്ലേ? ഓക്കെ, ചാറ്റിൽ പറയുന്നുണ്ട് ആരുമില്ല എന്ന് പറയുന്നു. അപ്പം നിങ്ങൾക്ക് ഇതിനെ ഈ ഒരു ഫീൽഡ് നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമോ? ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും പാരന്റിങ്ങിൽ ഡിഗ്രിയോ PGയോ എടുത്തതിന് ശേഷം പാരന്റ് ആയിട്ടുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? യെസ് ഓർ നോ? ഇല്ല സാറേ, ഇല്ല. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല അല്ലേ? അതായത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെക്കാട്ടിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് പാരന്റിങ് എന്നുള്ളത്. പക്ഷെ ആ ഒരു പാരന്റിങ്ങിൽ നമുക്ക് ഒരു PGയോ ഡിഗ്രിയോ ഒന്നും എടുക്കാൻ പറ്റത്തുമില്ല. പക്ഷെ എന്നാ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ പാരന്റിങ് എന്നുള്ളത്. അപ്പൊ ഈ പാരന്റിങ്ങിന്റെ മഹത്വവും പാരന്റിങ്ങിന്റെ എങ്ങനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് ഇവിടെ നമുക്ക് നടക്കാൻ പോകുന്നത്. അപ്പം കുറച്ചൊക്കെ ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം എങ്കിൽ പോലും ഈ ഒരു ടോപ്പിക്ക് ഏതൊരു അവസരത്തിൽ നിങ്ങൾക്ക് പാരന്റിങ്ങിനെ പറ്റി ഒരു ചെറിയൊരു പോയിന്റ് എങ്കിലും നമുക്ക് കിട്ടുന്നെങ്കിൽ അത് എവിടെ നിന്നായിക്കോട്ടെ, എൻ്റെ അടുത്തുനിന്നാകാം, പുറത്തുനിന്നാകാം, വേറെ എവിടെ നിന്നായിക്കോട്ടെ, എവിടെ നിന്നായാലും നമ്മൾ അതിനകത്തുനിന്ന് ഒരു കാര്യത്തിൽ പോലും നമ്മൾ ഉപേക്ഷ വിചാരിക്കാതെ ഒരു പോയിന്റ് കിട്ടുന്നതെങ്കിലും നമ്മൾ ഓൺ ദ സ്പോട്ടിൽ അത് എടുത്ത് നമ്മുടെ കയ്യിൽ വെക്കുക. കാരണം ഓരോ പോയിന്റും വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് പാരന്റിങ്ങിൽ. അപ്പം ഈ കൂട്ടത്തിൽ സ്റ്റോറി ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? കഥകൾ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒരു കഥ പറയാൻ പോവാ. എല്ലാവരും ഓക്കെ ആണെന്ന് നോക്കട്ടെ. അതിരാവിലെ കുളിച്ച് സുന്ദരിയും സുന്ദരന്മാരൊക്കെ ആയിട്ട് ഓരോരുത്തരും ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കൊരു സ്റ്റോറി ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? റൌ സാർ, അർച്ചന മാം, എല്ലാവർക്കും ഇഷ്ടമാണ്, പറഞ്ഞോളൂ. എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, അപ്പം ഞാനൊരു സ്റ്റോറി പറയാൻ പോവാണ്. സ്റ്റോറി പറയുന്നതോടൊപ്പം തന്നെ ആ സ്റ്റോറിയുടെ ഒരു സ്ക്രീൻ ഷെയറും കൂടെ ചെയ്തിട്ട് ഞാൻ പറയാം. അപ്പം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, റൂട്ട്സ് ആൻഡ് വിങ്സ്, ഫൈൻഡ് ദ ബാലൻസ് ഇൻ റേസിംഗ് ചിൽഡ്രൻ. ഓക്കെ, അതിനകത്ത് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്ന സ്റ്റോറി ജെയിംസ്, ജോൺ, ജോസഫ്. ഇവര് 3 പേരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഓക്കെ, അവരുടെ 3 പേരുടെയും പിക്ചറാണ്. ഇവർ 3 പേരും നെയ്ബേഴ്സ് ആയിരുന്നു. അതേപോലെ തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു ഇവര് 3 പേരോടെ തീരുമാനിച്ച് ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് ഇവർ 3 പേരോടെ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ജെയിംസ് ആദ്യം ഗാർഡൻ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഓരോ ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള വിത്തുകളും തൈകളും എല്ലാം കൊണ്ടുവന്ന് ചെടികൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് ചെടികൾക്ക് വളർന്ന് പന്തലിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള കമ്പുകളും കയറുകളും എല്ലാം സെറ്റാക്കി. എന്നിട്ട് ജെയിംസ് എന്താ ചെയ്തത്? ചെറിയൊരു മഴയോ കാറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ മഴയുടെയും കാറ്റിന്റെ ഒക്കെ ഇടയിൽ ആ ചെടികൾ നശിച്ചു പോകാതിരിക്കാനും ഒരു ചെറിയ കാറ്റ് കൊണ്ട് പോലും ആ ചെടികൾക്ക് ഒരു എതള് പോലും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജെയിംസ് അവിടെ എന്താ ചെയ്തത്? അതിനെ പൂർണ്ണമായിട്ടും പരിചരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പൂർണ്ണമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് ജെയിംസ് ആ ചെടികളെ പരിപാലിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതേപോലെ നമ്മുടെ ജോണും ജെയിംസ് ചെയ്ത പോലെ പൂന്തോട്ടം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ആ പൂന്തോട്ടത്തിന് വേണ്ടിയിട്ടുള്ള ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു, വളങ്ങളും വിത്തുകളും കൊടുത്തു. പക്ഷെ എന്ത് ചെയ്തു ജെയിംസ്? ആദ്യം കൊടുത്ത ആ ഒരൊറ്റ ഒരു പ്രൊട്ടക്ഷൻ അല്ലാതെ പിന്നീട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ജെയിംസ് തന്റെ സ്വന്തം കാര്യത്തിൽ മുഴുകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജോണിന്റെ ക്യാരക്ടർ, സോറി പേരിടയ്ക്ക് മാറിപ്പോയി, ജോണിന്റെ ക്യാരക്ടർ. അതേസമയം നമ്മുടെ ജോസഫ് ചെയ്തത് തൻ്റെ ചെടികൾക്ക് ഒരേ സമയം ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുകയും എന്നാൽ ചെറിയ കാറ്റോ മഴയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുകയും എന്തെങ്കിലും വലിയ പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു ജോസഫും ചെയ്തത്. അങ്ങനെ ഇരിക്കെ ആ നാട്ടിൽ ഒരു വലിയ മഴ ഉണ്ടായി.
വലിയൊരു മഴ ഉണ്ടായപ്പോഴത്തേക്കും ജെയിംസിന്റെ ഗാർഡൻ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചേ? ഫോട്ടോയിൽ കണ്ടിട്ട് ആരെങ്കിലും ഒരാൾ പറയാം എന്താ സംഭവിച്ചേ? കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? മൊത്തം നശിച്ചുപോയി. മൊത്തം നശിച്ചുപോയി, അത് ഡിസ്ട്രോയ്ഡ് ആയി. കാരണം എന്താണ്? ഈ ചെടികൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതോടൊപ്പം അതിന് സ്വന്തമായിട്ട് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ജെയിംസ് ആ ഗാർഡനിൽ ചെയ്യാത്തതിന്റെ ആഫ്റ്റർ റിസൾട്ട് എന്ന് പറയുന്നത് ജെയിംസിന്റെ ഗാർഡൻ നശിച്ചു പോകുന്നതാണ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ജോൺസിന്റെ ഗാർഡൻ എന്താ സംഭവിച്ചത്? ജോൺസിന്റെ ഗാർഡനും നശിച്ചുപോയി. കാരണം എന്താ? ഈ ജോൺസിന്റെ ഗാർഡൻ ആദ്യം പൂന്തോട്ടം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത്, പക്ഷെ ഒരു മഴ വന്നാലോ അല്ലെങ്കിൽ ഒരു വലിയ കാറ്റ് വന്നാലോ ആ കാറ്റിൽ നിന്നും മഴയിൽ നിന്ന് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ജോൺസ് തന്റെ ഗാർഡനിൽ ചെയ്തിട്ടില്ല. അതിന്റെ എൻഡ് ഓഫ് ദ റിസൾട്ട് എന്ന് പറയുന്നതും ഡിസ്ട്രോയ്ഡ് ആയിപ്പോയി. ആ പൂന്തോട്ടം മുഴുവനും നശിച്ചുപോയി. അതേപോലെ ജോസഫിന്റെ ഗാർഡൻ എന്ത് സംഭവിച്ചത്? ജോസഫിന്റെ ഗാർഡൻ യഥാസമയം തന്റെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും വിത്തുകളും പടർന്ന് പന്തലിക്കാൻ ആവശ്യമായിട്ടുള്ള കയറുകളൊക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ ചെറിയ കാറ്റ് വന്നാലോ മഴ വന്നു കഴിഞ്ഞാലോ സ്വന്തമായിട്ട് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ ജോസഫ് ചെയ്തു. അതിന്റെ റിസൾട്ട് വന്നത് എന്താണ്? ജോസഫിന് തന്റെ ഗാർഡൻ ഒരുപാട് നശിക്കാത്ത രീതിയിൽ ആ ഒരു പ്രക്ഷോഭത്തിൽ നിന്നും അതിജീവിക്കാൻ ജോസഫിന് സാധിച്ചു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എന്താണ് മനസ്സിലായത്? കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. എന്താണ് മനസ്സിലായത്? ശരിയായ രീതി ആ പറഞ്ഞോളൂ അലി സാർ. കേട്ടില്ല. മാം പറഞ്ഞു കേട്ടോ, കുഴപ്പമില്ല. ആ ഓക്കെ, എല്ലാവർക്കും പറയാൻ അവസരമുണ്ട്, ആർക്ക് വേണേലും പറയാം, പറഞ്ഞോളൂ. So sorry if I disturbed someone. We need to take care of the the basic things also before putting the garden, so that as the time passes, they protect themselves. Nana endure learning from this. യെസ്, ഇതിനകത്ത് പല ആൾക്കാർക്കും മാഡം തിങ്ക് ചെയ്ത പോലെ ഉള്ള ഒരു ഒപ്പീനിയൻ ആയിരിക്കും. നിങ്ങൾ ഇവരുടെ 3 പേരുടെയും പേര് ഓർത്തു വെച്ചോളൂ: ജെയിംസ്, ജോണ്, ജോസഫ്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഈ സ്റ്റോറിയെ തന്നെ ഞാൻ നേരെ പാരന്റിങ്ങിലോട്ട് ഇടുവാണ്. ഹെലികോപ്റ്റർ പാരന്റിങ്. എന്താണ് ഹെലികോപ്റ്റർ പാരന്റിങ്? നമ്മൾക്കറിയാം ഒരുപാട് ടൈപ്പ് പാരന്റിങ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു 30 മിനിറ്റ്സിൽ മെയിൻലി നമുക്ക് 3 ടൈപ്പ് പാരന്റിങ്ങിനെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ്, ഹെലികോപ്റ്റർ പാരന്റിങ്. നേരത്തെ മേഡം പറഞ്ഞ പോലെ തന്നെ ജെയിംസിന്റെ ഗാർഡനിൽ എന്താണ് നമ്മൾ അവിടെ കണ്ടത്? തന്റെ ഗാർഡനിൽ ഓവർ പ്രൊട്ടക്ഷൻ കൊടുത്തതിന്റെ കാരണത്താൽ ആ ഗാർഡൻ നശിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ് വന്നത്. ഇതും അതേപോലെ ആയിരിക്കും, ഹൈ കൺട്രോൾഡ് ആയിരിക്കും ഹെലികോപ്റ്റർ പാരന്റിങ്ങിൽ സാധിക്കുന്നത്. തന്റെ മക്കളെ ഒരു സ്വയം അവർക്കൊന്ന് എന്തെങ്കിലും ഒരു കഴിവ് ആർജിച്ചെടുക്കാൻ വിടാതെ ഫുള്ള് കൺട്രോളിലായിരിക്കും നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഈവൻ നമ്മുടെ സ്കൂളിലെ ടീച്ചറുകളൊക്കെ പല ഹോംവർക്കുകളും കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പാരൻസ് അത് വീട്ടിൽ ഇരുന്ന് ചെയ്തു കൊടുക്കുന്ന പല പാരൻസിനെ നമുക്ക് നേരിട്ടറിയാം. എന്തുകൊണ്ടാണ്? തൻ്റെ മകൻ അല്ലെ മകൾ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ടീച്ചറിൻ്റെ അടുത്ത് ഒരു പിന്നോക്കം പോകാൻ പാടില്ല, അവര് ഒരു മോശം വിചാരിക്കാൻ പാടില്ല, മറ്റുള്ള കുട്ടികളെക്കാട്ടിലും ഉയർന്ന രീതിയിൽ മുൻപന്തിയിൽ നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് പാരൻസ് തന്നെ ഹോംവർക്ക് ചെയ്ത് കൊടുക്കുന്ന പല സിറ്റുവേഷൻസും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഈ ഹെലികോപ്റ്റർ പാരന്റിങ്ങിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതേപോലാണ് അവർക്ക് സീറോ ഇൻഡിപെൻഡൻസ്, ഒരു ഫ്രീഡവും കൊടുക്കത്തില്ല. ഇപ്പോൾ എവിടെ പോയാലും കൂടെ പോകുക, അവരെന്ത് ചെയ്താലും കൂടെ നിൽക്കുക, അവരൊരു ഡ്രസ്സ് ഇടണമെങ്കിൽ അത് ഏത് ഡ്രസ്സ് ഇടണമെന്ന് തീരുമാനിക്കുക, അവരുടെ ഒരു ഇഷ്ടത്തിനും പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാതെ ഹെലികോപ്റ്ററിനെ പോലെ അണ്ടർ കൺട്രോളിലായിരിക്കും ഈ പാരൻസ് തൻ്റെ മക്കളെ നിർത്തുന്നത്. അതിൻ്റെ എൻ്റെ റിസൾട്ട് വരുന്നതും മോശമായിട്ടുള്ള രീതിയിലായിരിക്കും. അതെന്താണെന്ന് ഞാൻ പറയാം. പിന്നെ ഓവർ പ്രൊട്ടക്ഷൻ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഇപ്പം ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഒരു സൈക്കിൾ എടുത്ത് ചവിട്ടിയാൽ പോലും ആ കൂടെ പോകുന്ന നീ വീണ് കഴിഞ്ഞാൽ അത് വലിയ അപകടം പറ്റും എന്നുള്ള രീതിയിൽ കൂടെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ സപ്പോർട്ടായിട്ടായിരിക്കും പോകുന്നത്. അതൊരു നെഗറ്റീവ് സപ്പോർട്ടാണ്. കാരണം എന്താണ്? ഇങ്ങനെയുള്ള ഹെലികോപ്റ്റർ പാരന്റിങ്ങിലൂടെ മുന്നോട്ട് വളരുന്ന കുട്ടികൾക്ക് പാരൻസിന് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷെ ഇവരൊരു പ്രായം കഴിഞ്ഞ് ഇവർ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അവർക്ക് നേരിടുന്ന സമയത്ത് ആ ടൈമിലും ഇവരെ ആരെങ്കിലും ഇങ്ങനെ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും. കാരണം എന്താ? പാരൻസ് ആയിട്ടുള്ള സമയത്ത് ഇവർക്ക് ഒരു സപ്പോർട്ടും കൊടുത്തില്ല.
മീൻസ് അവരെ ഒരു പ്രശ്നത്തിൽ നിന്ന് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു പ്രോബ്ലംസ് വന്നപ്പോഴത്തേക്കും ഈ കുട്ടികൾക്ക് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള സിറ്റുവേഷൻസ് കിട്ടിയില്ല, അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ആയില്ല. അപ്പം ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവർക്ക് എന്താ പറ്റുന്നത്? അവർക്ക് ആങ്സൈറ്റീസ് കൂടും, സ്ട്രെസ് കൂടും, ഡിപ്രഷൻസ് വരും, പലതരത്തിലുള്ള പ്രോബ്ലംസ് വരും. ഒരു പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ എവിടെ വളരേണ്ടത്? സൊസൈറ്റി നിലയിലല്ലേ വളരേണ്ടത്. അപ്പൊ അവർക്ക് എന്തായിരിക്കും പറ്റുന്നത്? അവർക്ക് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കേപ്പബിലിറ്റി കൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഹെലികോപ്റ്റർ പാരന്റിങ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. 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 ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അൺഇൻവോൾവ് പാരന്റിങ് അല്ലെങ്കിൽ നെഗ്ലക്ട്ഫുൾ പാരന്റിങ് എന്നുള്ള പാരന്റിങ് ആണ്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം തൻ്റെ കുട്ടിയെ ശ്രദ്ധിക്കാതെ ഫോണിൽ നോക്കിയിരിക്കുന്ന ഒരു പിതാവിനെയും മാതാവിനെയും. ഈ പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അൺഇൻവോൾവ് പാരന്റിങ് ആയിരിക്കും. ഒരു രീതിയിലുള്ള ഇൻവോൾവ്മെന്റും തൻ്റെ പാരന്റിങ്ങിൽ കാണത്തില്ല. എന്താണ് ജോൺസ് തൻ്റെ ഗാർഡനിൽ ചെയ്തത്? ജോൺ തൻ്റെ ഗാർഡനിൽ എന്താണ് ചെയ്തത്? ആ പിക്ചർ നേരത്തെ നിങ്ങളുടെ മൈൻഡിൽ ഇരിപ്പോണ്ടേ, ഒന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ജോൺ എന്താണ് തൻ്റെ ഗാർഡനിൽ ചെയ്തത്? ഗാർഡൻ ഉണ്ടാക്കി, പിന്നെ ആളാളെ വഴിക്കങ്ങ് പോയി. ആ ആളുടെ വഴിക്ക് പോയി. അതുപോലെ തന്നെ നമുക്ക് മക്കള് കാണും, പക്ഷെ അവരെങ്ങനെ മുന്നോട്ട് ലൈഫിൽ ജീവിക്കണമെന്നുള്ള ഒരു സിറ്റുവേഷൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ലോ കൺട്രോളിലായിരിക്കും. അതായത് ഒരു രീതിയിലുള്ള കൺട്രോളും തന്റെ മക്കളിൽ കൊടുക്കത്തില്ല. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ സമയത്ത് വീട്ടിൽ വരാം. ചിലപ്പോൾ ഒരു 11 മണി 12 മണിക്കൊക്കെ രാത്രി വീട്ടിൽ കയറണമെന്നൊരു നിയമം ഉണ്ടെങ്കിലും അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. അവർക്ക് 1 മണിക്ക് വരാം, അവർക്ക് ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഫുഡ് കഴിക്കാം, ഫുഡ് കഴിക്കാതിരിക്കാം, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, എല്ലാം വേണമെങ്കിലും അവരുടെ ഫ്രീഡത്തിനൊക്കെ നമ്മളൊരു കൺട്രോൾ വേണമെങ്കിലും ഇതൊരു കൺട്രോളും കാണാതെ കംപ്ലീറ്റ് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അതുകൊണ്ട് അതേപോലെ തന്നെ നോ ഗൈഡൻസ്. അവർക്ക് എന്താണോ ശരി എന്താണോ തെറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കത്തില്ല. അതേപോലെ അവർക്കൊരു സ്ട്രഗിള് വരുമ്പം അതിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കത്തില്ല. പിന്നെ അവരുടെ ഏതൊരു അവസ്ഥയിലും അവരുടെ കൂടെ ഒരാളുണ്ട്, എൻ്റെ പാരൻസ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ പോലും അവർക്കുണ്ടാവത്തില്ല. എല്ലാത്തിലും എന്ത് കാര്യം മക്കൾ വന്ന് ചോദിച്ചാൽ പോലും ഒരുപക്ഷെ ഈ പാരൻസ് പറയുന്നത് ഞാൻ ബിസിയാണ്, നിനക്ക് ഇത്രയായില്ലേ, നിനക്ക് നിന്റെ കാര്യം ചെയ്തൂടെ, നീ സ്വന്തമായിട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള ഇടപെടലായിരിക്കും ഈ അൺഇൻവോൾവ്ഡ് പാരൻസ് സാധാരണ തൻ്റെ മക്കളെ ചെയ്യുന്നത്. ഇത് ഒരു ബൗണ്ടറീസും സെറ്റ് ചെയ്ത് കൊടുക്കത്തില്ല ഒരു കാര്യത്തിലും. നമ്മൾ പാരൻസിന്റെ ഈ സ്ട്രക്ചർ ടൈം ടേബിൾ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം, കുട്ടികൾക്ക് ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ പറയും. അത് 21 ദിവസം പരിശീലിപ്പിക്കണം എന്നൊക്കെ പറയുന്ന സിസ്റ്റം ഉണ്ട്. പക്ഷെ ഇത് അതേപോലൊന്നുമില്ല. അവർക്ക് അവരുടെ ലൈഫിൽ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയാസും പറഞ്ഞു കൊടുക്കാത്ത പാരൻസ് ആണ് ഈ അൺഇൻവോൾവ്ഡ് പാരൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവര് നേരത്തെ ഈ പറഞ്ഞ പോലെ ആരാണോ അവർക്ക് സപ്പോർട്ട് കൊടുത്ത് സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ, ഒരു ഈവൻ സ്കൂളിലെ ഫ്രണ്ട്സ് ആകാം, അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൊസൈറ്റിയിലുള്ള നെഗറ്റീവ് ആൾക്കാരായിരിക്കാം, പിന്നെ ഈ പറഞ്ഞ പോലെ ലഹരിക്ക് അടിമകളായിട്ടുള്ള കുട്ടികളൊക്കെ വളരുന്നത് ഈ അൺഇൻവോൾവ്ഡ് പാരന്റിങ്ങിന്റെ ഒരു റിസൾട്ട് ആയിട്ടാണ്. ഇവർക്ക് സൊസൈറ്റിയിൽ ഇവർ ഒരു പ്രശ്നം നേരിട്ടാൽ പോലും ഇവർ അതിനെ നെഗറ്റീവ് രീതിയിൽ ചിന്തിക്കും. അവരുടെ ലൈഫ് പിന്നെ കൊണ്ടുപോകുന്നതെല്ലാം വേറെ രീതിയിലായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ലൈഫ് കൊണ്ടുപോകാൻ കാരണക്കാരായിട്ടുള്ളത് നമ്മളിൽപ്പെട്ട പല പാരൻസും ആണ്. നമ്മുടെ മക്കളിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കാതെ അവരുടെ കാര്യത്തിൽ ജോൺ തന്റെ ഗാർഡനിൽ എന്താണോ ചെയ്തത് അതേപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജോൺസിന്റെ ഗാർഡനിൽ സംഭവിച്ച എന്താണോ അതേ റിസൾട്ട് ആയിരിക്കും ഈ അൺഇൻവോൾവ്ഡ് പാരന്റിങ്ങിലും ഉണ്ടാകുന്നത്. പിന്നീട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പാരന്റിങ് ആണ് അതോറിറ്റേറ്റീവ് പാരന്റ്. ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ജോസഫ് എന്താണോ തന്റെ ഗാർഡനിൽ ചെയ്തത് ആവശ്യ സമയത്ത് കൺട്രോൾ കൊടുക്കും. ആവശ്യ സമയത്ത് തൻ്റെ മക്കൾക്ക് മേലിൽ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും. എന്നാൽ അവരെ ഓരോ പ്രശ്നങ്ങൾക്കും അവരിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ മുന്നോട്ടൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കും. ഈവൻ അത് തെറ്റാണെങ്കിൽ അത് കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു സപ്പോർട്ട് കാണും. ഓപ്പൺ ഡയലോഗ്സ് ആയിരിക്കും അതിനകത്ത് കൂടുതൽ സംഭവിക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ഇന്ന് കളിക്കാൻ പോകണമെന്ന് വാശി പിടിക്കുന്ന തൻ്റെ മോളോട് അല്ലെ മോനോട് തൻ്റെ പാരൻസ് പറയും, മോൻ ഇന്ന് പോകണ്ട, നാളെ എക്സാം അല്ലേ, ഇന്ന് പഠിക്ക്, നാളെ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് മോനെ കളിക്കാൻ വിടാം. അങ്ങനെയുള്ള ഒരു ഇതായിരിക്കും. ഏതെങ്കിലും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇന്ന് ഇത് ഇടണ്ട, ഇത് ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നല്ല, മോൻ ഈ ഡ്രസ്സ് ഇന്ന ദിവസം ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്, അതുകൊണ്ട് അത് ആ ദിവസം ഇട്ടാൽ മതി, ഇന്ന് മോൻ ഈ ഡ്രസ്സ് ചൂസ് ചെയ്യ് എന്നുള്ള രീതിയിൽ ഓപ്പൺ ആയിട്ട് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അതിന്റെ റീസൺ ഉൾപ്പെടെ തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പാരന്റ്സ് ആണ് ഈ അതോറിറ്റേറ്റീവ് പാരന്റ് എന്നുള്ളത്.
അതേപോലെ തന്നെയാണ് അൺകണ്ടീഷണൽ ലവ്. ഒരു രീതിയിലും ഒരു കണ്ടീഷൻ വെക്കാതെ തന്റെ മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന പാരന്റ്സ് ആണ് ഈ അതോറിറ്റേറ്റീവ് പാരന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ക്ലിയർ ബൗണ്ടറീസ് കാണും. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തന്റെ മക്കൾക്ക് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കൊടുക്കുന്ന പാരന്റ്സ് ആണ് ഈ അതോറിറ്റേറ്റീവ് പാരന്റ്. ഏറ്റവും നല്ല പാരന്റും ഈ അതോറിറ്റേറ്റീവ് പാരന്റ് എന്നാണ് ഇതുവരെ തെളിയിച്ചിട്ടുള്ളത്. കാരണം മക്കളോട് ഓരോ സമയത്തും, അതായത് നമ്മുടെ ഓരോ ജനറേഷൻസ് ഗ്യാപ്സ് വരുമ്പോഴും ഈ അതോറിറ്റേറ്റീവ് പാരന്റിങ്ങിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം. ആ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് മക്കളോട് അവരുടെ ഭാഗത്തുനിന്നും കൂടെ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകുന്ന പാരന്റ്സ് ആണ് ഈ ടൈപ്പ് പാരന്റ്സ്. അപ്പൊ ഈ 3 ടൈപ്പ് പാരന്റിങ്ങിൽ ജോസഫ് ചെയ്ത പോലെ തന്നെ തന്റെ മക്കളെയും യഥാസമയം പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം കൂടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്? ലാസ്റ്റ് എന്ത് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്? എന്ത് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്? ബെറ്റർ ആയുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. ബെറ്റർ ആയിട്ടുള്ള ഒരു മക്കളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നല്ല മക്കളായിട്ടുള്ളവരെ വാർത്തെടുത്താൽ കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നല്ലൊരു സൊസൈറ്റി കൂടാണ് നമുക്ക് വാർത്തെടുക്കാൻ പറ്റുന്നത്, അല്ലേ? അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ഡയലോഗ്സ് വേണം. അതുപോലെ തന്നെ അവർക്ക് പ്രോപ്പറായിട്ട് ലിസൺ ഡീപ്ലി, ആക്റ്റീവ് ലിസൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ക്ലാസ്സിലേക്ക് ഒരുപാട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ലിസൺസ് ഡീപ്ലി, അവരുടെ കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും അവരുടെ മൈൻഡിൽ അവരുടെ ഇമോഷൻസിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലവ് അൺകണ്ടീഷണലി, നമുക്കൊരു കണ്ടീഷനും ഇല്ലാതെ അവരെ സ്നേഹിക്കുക. അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക. അതേപോലെ ട്രസ്റ്റ് ദ പ്രോസസ്, അവരെ കൂടെ വിശ്വാസത്തിലെടുത്ത് അവരുടെ കൂടെ കേൾക്കാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് ഈ ഒരു ചുരുങ്ങിയ സമയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി എനിക്ക് നിങ്ങളോട് തന്നെയാണ് ചോദിക്കാനുള്ളത്. നിങ്ങളിൽ ഇതിൽ പല ആൾക്കാരും പല പാരന്റിങ്ങിൽ അനുഭവിച്ചവരായിരിക്കാം, അല്ലെ ഇപ്പൊ പല പാരന്റിങ്ങും കൊടുക്കുന്നവരായിരിക്കും, അല്ലെ? അപ്പം ഇതിനകത്ത് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പാരന്റിങ് സ്റ്റൈൽ ഏതാണ്, അല്ലെ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന പാരന്റിങ് സ്റ്റൈൽ ഏതാണ്? ഉറപ്പായിട്ടും സാർ പറഞ്ഞ ലാസ്റ്റത്തെ അല്ലേ, അതോറിറ്റേറ്റീവ്. അതെ അതോറിറ്റേറ്റീവ് പാരന്റിങ്. ഓക്കെ. അപ്പൊ ഈ അതോറിറ്റേറ്റീവ് പാരന്റിങ്, അതുപോലെ തന്നെ അൺഇൻവോൾവ് പാരന്റിങ്, അതേപോലെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. കേൾക്കാം. അതോറിറ്റേറ്റീവ് പാരന്റ്, അൺഇൻവോൾവ് പാരന്റ്, ഹെലികോപ്റ്റർ പാരന്റ്, ഈ 3 പാരന്റിങ്ങിന്റെയും പ്രത്യേകത പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഞാനൊരു എക്സാമ്പിൾ പറയും. ഇത് ഈ 3-നകത്ത് ഏത് ടൈപ്പ് പാരന്റിങ് ആണ് എന്ന് ഉദാഹരണം പറയാം. ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ. ഓക്കെയാണ് സർ. അങ്ങനെയെങ്കിൽ ഒരു ടീച്ചർ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ കയ്യിൽ കൊടുത്തു വിട്ടു. 5 ഹോംവർക്ക് ചെയ്യാൻ ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു വിട്ടതെന്ന് ഇരിക്കട്ടെ. അപ്പം ആ ഒരു കുട്ടി തിരിച്ച് വീട്ടിൽ വന്നിട്ട് പറയുവാണ്, തൻ്റെ പാരൻസിനോട് പറയുവാണ്, എനിക്ക് 5 ഹോംവർക്ക് ചെയ്യാൻ തന്നു, എനിക്കിത് ഇത്ര 5 ഹോംവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ 3 ടൈപ്പ് പാരന്റിങ്ങിന്റെയും ഇത് വെച്ചിട്ട് 3 പേര്, ആരെങ്കിലും 3 പേര് 3 ടൈപ്പിന്റെ ഉദാഹരണം പറയാമോ? ഈ ഹെലികോപ്റ്റർ പാരന്റിങ് ആണ് എങ്കിൽ അവരെങ്ങനെയായിരിക്കും ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്? കുട്ടി പറ്റില്ല എന്ന് പറഞ്ഞു. കുട്ടി പറ്റില്ല എന്ന് പറഞ്ഞതാണല്ലോ, അപ്പൊ ഉടനെ തന്നെ അമ്മ എഴുതി വരെ കൊടുക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് ഏതെങ്കിലും ബോബി മാഡം ഏതെങ്കിലും ഒരു പാരന്റിങ് എടുത്തിട്ട് മാഡം പറയാം. ഇപ്പൊ ഞാൻ പറയുന്ന ഹെലികോപ്റ്റർ പാരന്റിങ് ആണ്. അതായത് കുട്ടി, എന്റെ മോൻ അങ്ങനെ വന്നല്ലോ, എന്റെ മോൾ അങ്ങനെ വന്ന് പറഞ്ഞാണല്ലോ. അപ്പൊ എന്ത് ചെയ്യും, ആ ഓരോ ക്വസ്റ്റ്യനും അമ്മ തന്നെ വായിച്ച് അമ്മ തന്നെ ചെയ്തു, വേണമെങ്കിൽ ഒരു ബുക്കിൽ എഴുതി കൊടുത്തു അത് കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ എന്റെ മോൻ ആണ് അവിടെ ചെല്ലുമ്പോ കറക്റ്റ് ആയിട്ട് ആൻസർ എല്ലാം ക്ലാസ്സിൽ ബെസ്റ്റ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് ബോബി മാഡം പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം താങ്ക് യു ബോബി മാഡം. ഹെലികോപ്റ്റർ പാരന്റിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് 2 പാരന്റിങ് ഉണ്ട്. ഇതിനെ പറ്റി ആരായിരിക്കും നെക്സ്റ്റ് ഒരു ഉദാഹരണം പറയുന്നത്? ഒരു പാരന്റ് എങ്ങനെ ചിന്തിച്ചിട്ട് ഈ പാരന്റിങ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ആൻസർ എന്ന് പറയുന്ന വേറെ ആർക്കും പറയാൻ പറ്റുമോ? അൺഇൻവോൾവ്ഡ് ആയ പേരന്റ്, നീ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നും, നീ ചെയ്തില്ലെങ്കിൽ നിനക്ക് തന്നെ അതിന്റെ ദോഷം, ഞങ്ങളൊന്നും ഹെൽപ്പ് ചെയ്യൊന്നുമില്ല, നീ വേണമെങ്കിൽ ചെയ്തോ. ഓക്കെ. അപ്പം സജന മാഡം പറഞ്ഞത് അൺഇൻവോൾവ്ഡ് പാരന്റിങ് ആണ്, അല്ലേ? അപ്പൊ ആ അൺഇൻവോൾവ്ഡ് പാരന്റ് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് വളരെ കൃത്യമായ രീതിയിൽ സജന മാം നമ്മൾ എടുത്ത് പറഞ്ഞു. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള പാരന്റിങ് ഏതാണ്?
അതോറിറ്റേറ്റീവ് പാരന്റിങ്, ഇതിനെപ്പറ്റി ആരായിരിക്കും പറയുന്നത്? ഓക്കെ. പറയൂ പറയൂ പ്രൊഫസർ പറഞ്ഞോളൂ. മാം പറയുന്നുണ്ട്. പറഞ്ഞോളൂ. ആരാണ് പറയുന്നത്? ഇതുവരെ പറയാത്ത ഒരാൾ. ഹോംവർക്ക് എന്തായാലും ചെയ്യണം നമ്മള്. അതായത് പഠിക്കുന്നതിന്റെ ഒരു ഇത് ഓക്കെ ഹോംവർക്കിലാണല്ലോ. അപ്പൊ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാല് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അപ്പൊ അത് ഓക്കെ ചെയ്യണം എന്നുള്ളത് ഓക്കെ. അതോർത്തിട്ട്. യെസ്, ഷജീല മാഡം പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക. എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കുക. പക്ഷെ ചെയ്യാതെ പോകാൻ പാടില്ല. ഈവൻ ഒരു 3 ഹോംവർക്ക് എങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യുക. മക്കൾ സ്വന്തമായിട്ട് ഒരു 2 എങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് അതിനുള്ള പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ടൈപ്പ് പാരന്റിങ് ആണ് അതോറിറ്റേറ്റീവ് പാരന്റിങ്. അതുകൊണ്ട് കുട്ടികൾക്ക് ഉറപ്പായിട്ടും അവരുടെ അക്കാദമിയിലായാലും അവരുടെ ലൈഫിലായാലും അവരുടെ പലതരത്തിലുള്ള സ്കില്ലിലായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ചുരുങ്ങിയ സമയം, എനിക്ക് ഈവൻ തോന്നുന്നു ഇപ്പൊ കറക്റ്റ് 6 മണിയായി. ഹാഫ് ആൻ അവർ സെക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ ഇതിനെപ്പറ്റി ഒരു ഓപ്പൺ ഡിസ്കഷൻസ് ഒരു 5 മിനിറ്റ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാരന്റിങ്ങിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വേണേ ഇന്നത്തെ നമുക്ക് കൂട്ടിച്ചേർക്കാം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പാരന്റിങ്ങിനെ പറ്റി? ഒരു നിസ്സാരപ്പെട്ട കാര്യമാണോ പാരന്റിങ്? മാക്സിമം എല്ലാവരും ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഇന്ററാക്ട് ചെയ്യണേ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മക്കളെ എങ്ങനെയാണ്, അതൊരു സിമ്പിൾ ആയിട്ടാണോ നിങ്ങൾ എല്ലാവരും ലൈഫിൽ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു എഫർട്ടും എടുക്കാതെ ഇതിനകത്ത് മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, ഏറ്റവും ഫുള്ള് പറഞ്ഞോളൂ അതിനമ്മ. ഏറ്റവും എഫേർട്ടുള്ള ഒരു ജോലി എന്നല്ല, കടമ എന്തും പറയാം, അത് പാരന്റിങ് ആണെന്ന് ഞാൻ പറയുള്ളൂ. അത് എങ്ങനെ വളരെ ആലോചിച്ച് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ പാരന്റിങ് എന്ന് പറയുന്നത്. പാരന്റിങ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം മാഡം അതിന് മുന്നോട്ടുള്ള ഓരോ ദിവസവും എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ഒക്കെ, ഇതുവരെ ഏതെങ്കിലും ഒരു സ്ട്രഗിൾ എടുക്കാതിരുന്നിട്ടുണ്ടോ അതിനകത്ത് പാരന്റിങ് എന്നുള്ളതില്? സ്ട്രഗിള് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ 3 പാരന്റിങ് എന്ന് പറഞ്ഞ ഒരു ടൈമിൽ ചില സമയങ്ങളിൽ നമുക്ക് ഒതറിറ്റേറ്റീവ് പാരന്റിനായി മാറിക്കൊള്ളണമെന്നില്ല. ചില ടൈമിൽ നമ്മൾ ഹെലികോപ്റ്റർ പാരന്റ് ആയതുകൊണ്ട് സാഹചര്യം വരും. പക്ഷേ അവിടെ ഓക്കെ. നമ്മൾ ഭയങ്കര ശ്രദ്ധയോടെ പെരുമാറേണ്ടി വരുന്നു. അങ്ങനെയുണ്ട്. എല്ലാ ടൈമും ഒരേ ഒരു പാരന്റിങ്ങിന്റെ, അതുപോലെ ഒരു ഉമ്മക്ക് 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളോടും ഒതറിറ്റേറ്റീവ് പാരന്റ് ആയിട്ട് പെരുമാറിക്കൊണ്ട് കഴിയണമെന്നില്ല. മക്കൾ പലരും പല സ്വഭാവമായിരിക്കുമല്ലോ. മക്കള് പലരും പല സ്വഭാവമായിരിക്കും. നമുക്ക് നോർമലി നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന പാരന്റിങ്ങിന്റെ ഒരു പോസിറ്റീവ് പാരന്റിങ് ആയിരിക്കും ഈ അതോറിറ്റേറ്റീവ് പാരന്റിങ് എന്നുള്ളത്. പിന്നെ മക്കളുടെ ക്യാരക്ടർ അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യണം അല്ലേ? ചിലപ്പം ചിലയിടത്ത് നമ്മൾ അതോറിറ്റേറ്റീവ് ആയാൽ പറ്റില്ല, ഹെലികോപ്റ്റർ പാരന്റിങ് ആവേണ്ടി വരും. വേറെ ചിലയിടത്ത് എത്രയൊക്കെയാണെന്നുള്ളത് നമ്മൾ നെഗ്ലക്ട്ഫുൾ പാരന്റിങ് ആവാൻ പറ്റില്ല, അത് വേറെ കേസ്. പക്ഷെ ചില കാര്യങ്ങളിൽ, അതായത് ചില സിറ്റുവേഷൻസിൽ നമ്മൾ നമ്മുടെ സ്റ്റൈല് മാറ്റുക എന്നുള്ളത്. ഇപ്പം നെഗ്ലക്ട്ഫുൾ പാരന്റിങ് എന്താണ് അതിന്റെ മീനിങ്? ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ നമുക്ക് ചില മക്കളെ വാശികൾ ആവുന്ന സമയത്ത് നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി വിടണം. ഈവൻ നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ വാശി പിടിക്കുന്ന മക്കളുണ്ട് അല്ലേ? അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വേണം, ടോയ്സ് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് അവിടെ കിടന്ന് കരയുന്ന, ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന മക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പൊ സജിന മാം പറഞ്ഞ പോലെ അവിടെ നെഗ്ലക്ട്ഫുൾ പാരന്റിങ് അതൊരു പ്രത്യേക സിറ്റുവേഷൻസിൽ മാത്രമാണ്. ഓവറോൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് അതോറിറ്റേറ്റീവ് പാരന്റിങ് ആണ്. അതോറിറ്റേറ്റീവ് പാരന്റിങ് തന്നെ പെട്ട ഒരു നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് ചേഞ്ച് ചെയ്യേണ്ട ഒന്നാണ് ഈ നെഗ്ലക്ട്ഫുൾ. ആ ഒരു സിറ്റുവേഷനെ മാത്രം, പാരന്റിങ് അല്ല, ആ ഒരു സിറ്റുവേഷനിൽ മാത്രം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഇല്ല, നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. നമ്മുടെ ഓരോ കുട്ടിക്ക് അനുസരിച്ചും ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും പാരന്റിങ് സ്റ്റൈൽ നമ്മൾ ചേഞ്ച് അഡാപ്റ്റ് ചെയ്യണം, ചെയ്യണം. ഉറപ്പായിട്ട് ചേഞ്ച് ചെയ്യണം. കാരണം 5 മക്കളുണ്ട് എങ്കിൽ അവർ 5 പേരും 5 കൾച്ചർ അല്ലെ 5 ടൈപ്പിലായിരിക്കും അവർ വളരുന്നത്. അപ്പൊ ആ ഒരു പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് 5 പേരെയും
5 രീതിയിൽ ചിലപ്പോൾ വളർത്തേണ്ടി വരും. ചിലപ്പം 3 പേരെ ഒരേ സ്റ്റൈലിലും 2 പേരെ വേറെ സ്റ്റൈലിലായിരിക്കണം വളർത്തേണ്ടത്. അത് നമ്മൾ അതാ ഞാൻ പറയുന്നത്, തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, പാരന്റിങ്ങിന്റെ ഒരു ടിപ്സും നമ്മൾ എവിടുന്ന് കിട്ടിയാലും നമ്മളത് ക്യാച്ച് ചെയ്യണം, നമ്മളത് വിട്ട് കളയരുത്. അത് എവിടെയെങ്കിലൊക്കെ നമ്മുടെ ലൈഫിൽ അത് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങൾക്ക് ഓരോരുത്തരോടും പറയാനുള്ളത്. ഓക്കെ, പിന്നെ സെഷനെ പറ്റി പാരന്റിങ് സ്റ്റൈലൊക്കെ മുമ്പ് കേട്ടിട്ട് തന്നെയാണ്. പക്ഷെ ഒരുപാട് കേട്ടിട്ടുള്ളത് സാർ അത് പഠിക്കും. ഈ ഗാർഡനിന്റെ അനലോഗി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് പറഞ്ഞു, നന്നായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക് യു. താങ്ക് യു റോസ. സാർ, ഞാൻ പാരന്റിങ് ക്ലാസ് ഇതുപോലെ സെഷൻസ് കേട്ടിട്ട് മാറിയ ഒരാളാണ്. ഞാൻ ഓവർ കെയർ കൊടുക്കുന്ന ഒരു പാരന്റ് ആയിരുന്നു. ഒരു കുട്ടി ഉണ്ടായത് എനിക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു മൂത്ത മകൻ ജനിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവർക്ക് ഓവർ കെയർ കൊടുത്ത് വളർത്തിയ ആളാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ഞാൻ ഒരുപാട് മാറി. ഇപ്പൊ ചെറിയ ആള് വന്നപ്പോ എനിക്കതൊരു ഓതറേറ്റീവ് പാരന്റ് ആവാൻ കഴിഞ്ഞു എന്നുള്ളത് ഇങ്ങനത്തെ ഓരോ ക്ലാസ്സുകളൊക്കെ ഞാൻ കേട്ടിട്ടാണ്. പക്ഷെ മൂത്തവര് ഇപ്പൊ അത് ഒരു കമ്പയർ ചെയ്യണേ, ഞങ്ങൾ അങ്ങനെയാണ് സ്ട്രിക്റ്റ് ആക്കി ചെയ്ത്, മോനെന്ത് ഇങ്ങനെ ചോദിക്കാറ്. ഞാൻ പറയും മാറ്റങ്ങൾ വരണല്ലോ, നമ്മൾ ഓരോ ജനറേഷൻസ് വരുമ്പോ നമ്മൾ പാരന്റും നമ്മൾ മാറണം. അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടികളനുസരിച്ച് നമ്മൾ മാറണം. അപ്പൊ അവര് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വളർത്തി, ഇവനെന്ത് ഇങ്ങനെ ആക്കണേ, അവന്റെ ഇഷ്ടത്തിനാണല്ലോ ചെയ്യണേ, നിങ്ങൾ ഹെൽപ്പ് ചെയ്യണ്ടല്ലോ എന്ന് പറയണം. അപ്പൊ ഞാൻ എല്ലാ പാരന്റിനാണ് പറയാൻ, നിങ്ങൾ എപ്പോഴും നിങ്ങൾ പാരന്റിങ് ക്ലാസ് എവിടെ ഉണ്ടെങ്കിലും നിങ്ങളത് കളയരുത്, മിസ് ചെയ്യരുത്. നിങ്ങൾ എല്ലാ സെഷനിലും നിങ്ങൾ പങ്കെടുക്കണം. അപ്പോഴാണ് നമുക്ക് ഓരോ അറിവനുസരിച്ച് നമുക്ക് മാറാൻ പറ്റും. ഓക്കെ, ഇപ്പൊ റംസിയ മാഡം പറഞ്ഞ പോലെ തന്നെ ചിലയിടത്ത് ഫാമിലീസിലെ ഹസ്ബൻഡ് ഒരു പാരന്റിങ്ങും അതുപോലെ തന്നെ വൈഫ് വേറൊരു പാരന്റിങ്ങും ആയിരിക്കും. 2 ടൈപ്പ് പാരന്റിങ് ആയിരിക്കും ചിലപ്പോൾ മക്കളിൽ അനുഭവപ്പെടുന്നത്. അപ്പൊ അതിന് നമുക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ടി വരും. അത് ഓരോന്നും ഓരോ ടൈപ്പാണ്. ചിലപ്പം ഇപ്പൊ നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ചിലപ്പോൾ ദൂരെ നിൽക്കുന്ന ഹസ്ബൻഡ് ഒക്കെ ആണെങ്കിൽ അവർ പെരുമാറുന്ന വേറൊരു സ്റ്റൈലും, മാതാവ് പെരുമാറുന്ന വേറൊരു സ്റ്റൈലിലും ആയിരിക്കും. അപ്പൊ അതിന്റെ റിസൾട്ടും പലതായിരിക്കും. ഇപ്പം സജിന മാം അല്ലേ പറഞ്ഞേ? സോറി, റംസിയ മാം അല്ലേ പറഞ്ഞത് പാരന്റിന്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എവിടുന്ന് ചിലപ്പോൾ ഒരു 13 hours അല്ലെ 30 minutes നിങ്ങൾ ജസ്റ്റ് ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വർത്താവുന്ന ഒരു 2 minutes ഉള്ളൂ എങ്കിൽ അത് തന്നെ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് എന്താണോ ഞാൻ ആ ചേഞ്ചസ് അവിടെ വരുത്തേണ്ടത്, എവിടാണോ വരുത്തേണ്ടതെന്ന് നോക്കിയിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കൂട്ടിച്ചേർക്കലോ വല്ലതും ഉണ്ടോ? Good morning, sir. Good morning, Chitra ma'am. I would like to contribute, sir. A very nice class, well presented and informative ആയിരുന്നു, and also interactive ആയിരുന്നു. So as far as the class is concerned, excellent, sir. പിന്നെ ഒരു കാര്യം എനിക്ക് പറയണത്, I think in this group തന്നെ ഞാൻ maybe a very elderly person. അപ്പോ I would like to find out, I mean, take your opinion. ഇപ്പൊ നമുക്ക് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഹെക്ടിക് ലൈഫാണ് സർ, ആൻഡ് എല്ലാ ഫാമിലി സിറ്റുവേഷൻസും ഡിഫറെൻ്റ് ആണ്. സം ഫാമിലീസ് സ്ട്രഗ്ലിംഗ് ഫാമിലീസ് ആണ്, സം നമ്മൾ ഈ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടം ആയിരിക്കും. പക്ഷെ നമ്മൾ സർ പറയണ മാതിരി എനിക്ക് തോന്നുന്നത് മെജോറിറ്റി കപ്പിൾസ്ക്ക് ഈ അതോറിറ്റേറ്റീവ് പാരന്റ് എഡ്യൂക്കേറ്റഡ് ആവുമ്പോൾ വിചാരിക്കായിരിക്കും. പക്ഷെ ഇത് പ്രാക്ടിക്കലി നടക്കുമോ എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് എൻ്റെ ഒരു ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്. പിന്നെ ഇപ്പൊ സർ പറയണത് എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിക്കുന്നു ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ടുണ്ടാവും. സർ പറയണ മാതിരി കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ അതേ രീതിയിൽ എൻ്റെ രീതി ഓഫ് പാരന്റിങ്, ഹസ്ബൻഡ് രീതി ഓഫ് പാരന്റിങ് ഇപ്പൊ സാറൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ 2 different വേസിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഞാൻ കാണുന്ന ഒരു ഇത്, ചിൽഡ്രൻ വിൽ ബി ഡെഫിനറ്റ്ലി ഇമ്പാക്റ്റഡ് ബൈ ദിസ്. അപ്പോ പിന്നെ നമ്മളുടെ ഏജ് ആവും തോറും ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെയാണെന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ, ബിക്കോസ് എൻ്റെ കുട്ടികൾ ഇപ്പോൾ 25+ ആണ്. അപ്പോൾ ദെൻ ഐ ഓൾവേസ്, പിന്നെ എനിക്ക് ഒരു പേടിയുണ്ട്. ഇപ്പൊ ഈ മാതിരി ഇപ്പോഴും ഞാനും കുറെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ എവിടെയോ തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഞാൻ പ്രോപ്പർലി ചെയ്തിട്ടില്ലേ, അതുകൊണ്ടാണ് അവരുടെ ബിഹേവിയറും അവരുടെ ഇന്ററാക്ഷൻസും ഇതൊക്കെ ചെയ്യുമ്പോൾ ഐ ഫീൽ. ആൻഡ് ദെൻ ടുഡേസ് വേൾഡ്, എക്സ്റ്റേണൽ വേൾഡ് ഒരുപാട് ഡേഞ്ചറസും ആണ്, ഇൻഫ്ലുവൻസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പൊ സർ ഈ ക്ലാസ് എടുക്കുമ്പോഴും എല്ലാവരും ഡിസ്കസ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതേ രീതിയിൽ ഇപ്പൊ കുറെ കപ്പിൾസ് യങ്സ്റ്റേഴ്സ് ആണ്, ഇതൊരു തോട്ട് പ്രൊവോക്കിംഗ് ആയിരിക്കാം. സോ ഐ ജസ്റ്റ് വാണ്ട് യു ടു ജസ്റ്റ് ടെൽ വാട്ട് ബേസ്ഡ് ഓൺ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, അതിന് സാറുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. താങ്ക് യു സർ. ആക്ച്വലി ചന്ദ്ര മാം,
മാം പറഞ്ഞിട്ടുള്ളതും വളരെ കൃത്യമാണ്. അതായത് നമ്മളിപ്പം ജീവിക്കുന്ന ഏത് ജനറേഷനിലാണെന്ന് നോക്കുക. ഇതിനകത്ത് ഞാൻ പാരന്റിങ്ങിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ജനറേഷൻസിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും. കാരണം ഇപ്പം നമ്മൾ പോകുന്ന ജനറേഷൻസ്, ഇപ്പം നമ്മളിപ്പം മാം പറഞ്ഞു, മാം ഇപ്പം 2025 മാമിന്റെ മക്കൾക്ക് ഏകദേശം 25 ഏജ് ആണെന്നാണ് ചന്ദ്ര മാം പറഞ്ഞത് അല്ലേ? അപ്പം ഈ 25 ഏജ് ആയപ്പോൾ ഒരാൾ 20 പ്ലസ് 28 ഒരാൾ 30. ഓക്കെ, 28ഉം 30. ഈ 28, 30 എന്നുള്ള ഈ രണ്ട് മക്കള് അവരുടെ ഏകദേശം ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഒരാളുടെ 2000 വേറൊരാളുടേത് ഈ 94 and 94 ആയിരിക്കും 97, അല്ലേ? sir. അപ്പോൾ 94 94 and 97. 97. ഓക്കെ, 97. Yes, sir. ഇവർ രണ്ടുപേരും രണ്ട് ജനറേഷൻസിലാണ് അല്ലേ? ഇവർ രണ്ടുപേരും ഏത് ജനറേഷനിലെ കാറ്റഗറിയിലാണ്? ഒരാള് മില്ലേനിയൽസിലും ഒരാള് ജെൻസിയിലും പെട്ടവരാണ് അല്ലേ? ഇവരുടെ രണ്ടുപേരും വളരെ ചുരുങ്ങിയ ഇയറിലുള്ള ഡിഫറൻസ് ഉള്ളതെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് ടൈപ്പിലുള്ള കൾച്ചർ ആയിരിക്കും ചില ഏരിയകളിൽ വരുന്നത്. ഒരാള് 97-ലല്ലേ ഒരാൾ ജനിച്ചത്? Yes, yes, sir. ഓക്കെ, 97-ൽ ജനിച്ച ആളുടെ ഏജ് എന്ന് പറയുന്നത് ഒരു 5 ഏജ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ചിലപ്പം ആ മോൻ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ആയി കാണും. ഒരു 7 ഏജ് ആയപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാനുള്ള ഫോർച്യുനേറ്റ്ലി ഇതൊന്നും ഉണ്ടായിരുന്നില്ല സർ. ആൻഡ് ഓക്കെ, നമ്മൾ ആ ഒരു ഫ്രീഡം കൊടുത്ത്, ഫ്രീഡം അല്ല, ആൻഡ് ഒരു സിറ്റുവേഷൻ നോർമലൈസ്ഡ് ഉണ്ട്. ആയിട്ടുള്ള കേസ് പറഞ്ഞാണ്. ഓക്കെ മേഡത്തിന് ഓക്കെ മാത്രം ഒരു ഇതല്ല. കാരണം എന്ന് പറയുന്നത് ഒരു 10 വയസ്സാവുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഫേസ്ബുക്ക് ഒക്കെ ലോഞ്ച് ചെയ്തു അല്ലേ? ഫേസ്ബുക്ക് ലോഞ്ച് ചെയ്തു. അവരുടെ കൾച്ചർ സ്റ്റൈൽസ്, അവർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനുള്ള ഒരു ഏകദേശം ഒരു പ്രായമായി വന്നു. അതേസമയം ഇപ്പൊ എനിക്ക് തോന്നുന്നു മേഡം ഏത് ജെന്നിലാണ് എന്നൊന്ന് ജസ്റ്റ് പറയാൻ പറ്റുമോ? ഐ എം നൗ 58, സർ. 58 എന്ന് പറയുമ്പോഴത്തേക്കും ജനറേഷൻ എക്സ് കാറ്റഗറിയിലാണ് വരുന്നത്. ജനറേഷൻ എക്സ് കാറ്റഗറിയിൽ മേഡത്തിന്റെ ഒരു തിങ്കിങ് എബിലിറ്റി, മേഡം എന്താണ് ചിന്തിക്കുന്നത് ആ രീതിയിൽ തന്നെ മക്കളും ചിന്തിക്കുമോ? അവർക്ക് ഒരിക്കലും നോ ചിന്തിക്കാൻ സർ, പറ്റില്ല അല്ലേ? they ഞാനിപ്പം are different. ആ മേഡത്തിന്റെ ഒരു ഫ്രീഡം ഉണ്ട്. യെസ്. ഓക്കെ, മേഡത്തിന്റെ പേഴ്സണൽ കേസ് അല്ല, ഞാൻ ഓവറോൾ യാ നോർമലൈസ് ചെയ്ത് യെസ് യെസ്, പറയാണ്. അണ്ടർസ്റ്റുഡ് സർ, നമുക്ക് അണ്ടർസ്റ്റുഡ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ഇപ്പം ജനറേഷൻ എക്സ് കാറ്റഗറിയിൽ വരുന്ന ഒരാളുടെ മക്കളുടെ പ്രായം അവർ ഫോളോ ചിലപ്പോൾ ആ ഒരു മക്കൾ ഇപ്പോൾ കടന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ജെൻ സി കാറ്റഗറിയിലായിരിക്കും. അതായത് ജെൻ സി അല്ലെങ്കിൽ ജെൻ ആൽഫ ആ ഒരു കാറ്റഗറിയിലൊക്കെ ആയിരിക്കും പോകുന്നത്. മില്ലേനിയൽസും അതേപോലെ തന്നെ 90-ൽ ജനിച്ചതിന് ശേഷമുള്ള 83-ൽ ജനിച്ചതിന് ശേഷമുള്ള ആൾക്കാരാണ് മില്ലേനിയൽസ് കാറ്റഗറിയിൽ വരുന്നത്. അവരും ഈ പറഞ്ഞ രീതിയിലുള്ള കാറ്റഗറീസിലായിരിക്കും ഉള്ളത്. അപ്പം ഇവരുടെയൊക്കെ മക്കൾ എന്തായിരിക്കും വരുന്നത്? ഇവർ ചിന്തിക്കുന്ന രീതിയിലായിരിക്കത്തില്ല മറ്റേവർ ചിന്തിക്കുന്നത്. അപ്പൊ പാരന്റ്സ് ഒരു ജനറേഷനിൽ ജീവിക്കുന്നു, മക്കൾ വേറൊരു ജനറേഷനിൽ ജനിക്കുന്നു. അപ്പൊ ഓൾമോസ്റ്റ് ഒട്ടുമിക്ക പാരന്റ്സ് എല്ലാം വിചാരിക്കുന്നു അവൻ എന്താ അങ്ങനെ, അവൻ അന്ന് അങ്ങനെ ചിന്തിച്ചൂടെ, അവൻ എന്താ ഞാൻ പറഞ്ഞത് വെരി മച്ച്. മനസ്സിലാക്കാത്ത എന്നുള്ളൊരു ഇതായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് അല്ലേ? കാരണം നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ അവർക്ക് അതല്ല, അവർക്ക് എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് ഓൾമോസ്റ്റ് എല്ലാം ചേഞ്ച് ആയി. നമ്മളുടെ ആ ഒരു തിങ്കിങ് എബിലിറ്റീസ് അല്ല മൊത്തത്തില്. ഇപ്പം ഇതിനകത്ത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആരൊക്കെയുണ്ട്? ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവര് അല്ലെ? ഞാനോ ക്രിക്കറ്റ് സർ? ഓക്കെ, ചന്ദ്രമാം ക്രിക്കറ്റ് കാണാറുണ്ടോ? ഞാൻ കളിച്ചിട്ടുണ്ട്. ഐ വാസ് എ ഫാസ്റ്റ് ബോളർ ആൻഡ് ബാറ്റ്സ്മാൻ ഓൾസോ. ഓക്കെ, അപ്പൊ So you ചന്ദ്രമാം bring me ഓക്കെ new gen line include ചെയ്യോ സർ? ഞാൻ ചോദിക്കട്ടെ, ചന്ദ്രൻ മാം ടെസ്റ്റ് ക്രിക്കറ്റ് കാണാറുണ്ടോ? 5 ഓവറിൽ 5 ഡേയ്സ് Yes, sir. 5 കാണാറുണ്ട് days അല്ലേ? കണ്ടിന്യൂസ്ലി കാണാൻ പറ്റില്ല സർ. അന്ന് കണ്ടിട്ടുണ്ടായിരുന്നോ? എപ്പോഴെങ്കിലും അതിന്റെ സ്കോറുകൾ വാച്ച് ചെയ്യുകയോ അതിന്റെ Yes, ഹൈലൈറ്റ്സ് yes, വാച്ച് yes, ചെയ്യുകയോ ഒക്കെ yes, ചെയ്യാറുണ്ടായിരുന്നോ? sir, yes, ഹൈലൈറ്റ്സ് sir, വാച്ച് yes, yes, ചെയ്തിട്ടുണ്ടായിരുന്നു. sir. ഓക്കെ, അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും വൺ ഡേ ക്രിക്കറ്റ് ആയിരുന്നു കൂടുതലും ആൾക്കാർ വാച്ച് ചെയ്യുന്നത്. കാരണം അവർക്ക് ഈ 5 Yes, ഡേയ്സ് ഇരുന്ന് വാച്ച് ചെയ്യാനുള്ളതില്ല. not ഇല്ല, patience ഇല്ല. പിന്നെ അവർ വൺ ഡേയിലോട്ട് പോയി. ഈവൻ വൺ ഡേ കഴിഞ്ഞതിന് ശേഷം 2008 ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഒരു ക്രിക്കറ്റിനെ പറ്റി, സോറി ബാക്കിയുള്ളവരോട് പറയുകയാണെ, ക്രിക്കറ്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കില്ല. എങ്കിലും നിങ്ങൾ കേൾക്കണം, എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്ത് വേറൊരു സംഭവമാണ് 2000 ആ ഒരു ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും 2008-ലാണ് IPL സ്റ്റാർട്ട് ചെയ്തത്. ഓ സോറി, എന്താ സിനിമ? യെസ്, അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. IPL സ്റ്റാർട്ട് ചെയ്ത് 2008-ൽ IPL സ്റ്റാർട്ട് ചെയ്ത് ക്രിക്കറ്റ്.
അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് എല്ലാവർക്കും ജസ്റ്റ് ക്രിക്കറ്റിന്റെ അതെന്ന് പറയുമ്പോഴത്തേക്കും ടെസ്റ്റും പോയി, ഈവൻ വൺ ഡേ പോലും സ്കോർ നോക്കുന്ന മാത്രം ഒരു സിറ്റുവേഷനിലോട്ട് പോയി. കാരണം ആർക്കും സമയം ചെലവഴിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ അറിയാലോ, ഇൻസ്റ്റാഗ്രാംസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 13 സെക്കൻഡ്, ഒരു 3 സെക്കൻഡ് ഒരു റേഷ്യോ പറയും ഇൻസ്റ്റാഗ്രാമിൽ. അതായത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ 3 സെക്കൻഡിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ക്യാച്ച് ചെയ്യുന്നതായിരിക്കണം വീഡിയോ. അതായത് വീഡിയോ കാണുന്നവരുടെ അടുത്തെല്ലാം പറയുന്നത്, വീഡിയോ ഇടുന്നവരുടെ അടുത്ത. പുതിയ വീഡിയോ വ്ലോഗ് ചെയ്യുന്നവർ ചെയ്യുന്ന പരിപാടി എന്തെന്ന് വെച്ചാൽ വിത്തിൻ 3 സെക്കൻഡ് അവർക്ക് തന്റെ ഓഡിയൻസിനെ അല്ലെ വാച്ചേഴ്സിനെ എന്തെങ്കിലും ക്യാച്ച് ചെയ്യുന്ന കണ്ടന്റ് ആയിരിക്കണം. ആ 3 സെക്കൻഡിനുള്ളിൽ അവർക്ക് അത് കിട്ടിയില്ലേ അവർ സ്ക്രോൾ ചെയ്ത് പോകും. നമ്മളിപ്പം യൂട്യൂബ് ആയാലും ശരി, ഈവൻ എൻ്റെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പല ആൾക്കാരും ചിലപ്പം റെക്കോർഡ് സെഷൻസ് കാണുന്ന സമയത്ത് അവരെന്തായിരിക്കും നോക്കുന്നത്? അവർ 1.5x അല്ലെ 1.2x 1.7x ആയിരിക്കും കാണുന്നത്. എന്താ? ആർക്കും സമയമില്ല കാണാൻ. ആർക്കും ഒരു Yes, 1 yes, hour yes. സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ടൈമിലേക്ക് Yeah, മാറി. അപ്പം yeah. അങ്ങനെ കുട്ടികളുടെ എല്ലാ തിങ്കിങ് എബിലിറ്റീസും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചേഞ്ചസ് ശരി. മനസ്സിലാക്കണമെങ്കിൽ ജനറേഷൻസിനെ പറ്റി മനസ്സിലാക്കണം, അതേപോലെ തന്നെ അവരെ പറ്റി മനസ്സിലാക്കണം. അതിനനുസരിച്ച് നമ്മൾ Yeah, yeah, ഏകദേശം ഒരു ബേസ് ഐഡിയ പാരന്റിങ്ങിനെ പറ്റിയും ഉണ്ടായിരിക്കണം. എന്നാൽ yeah, yeah. മാത്രമേ നമുക്ക് എവിടാണ് ചേഞ്ചസ് വരുത്തേണ്ടത്. ഇത് ഓവറോൾ കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് പാരന്റിങ്ങിന്റെ ഉള്ളത്. പക്ഷെ അതിൽ നമ്മൾ ഇൻഡിവിജ്വാലിറ്റി നമ്മളുടെ കസ്റ്റമൈസ്ഡ് ചെയ്തിട്ട് എൻ്റെ മോൻ അല്ലെ എൻ്റെ Okay. മോൾക്ക് ഇന്ന ഏരിയയിൽ ഇന്നത് വേണം എന്നുള്ള Yeah. രീതിയിലായിരിക്കണം ചിന്തിച്ചിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ളത്. ചന്ദ്ര മാഡം ഓക്കെ, താങ്ക് യു സർ. പറഞ്ഞത് വളരെ താങ്ക് യു കറക്റ്റ് സർ. ആയിരുന്നു. സർ താങ്ക് യു. പറഞ്ഞത് അത് വെച്ചിട്ട് വെരി ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഞാൻ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഓക്കെ. എൻ്റെ മക്കളെ സർ പറയണ മാതിരി വളർത്താൻ പറ്റില്ലെങ്കിൽ ഹോപ്പ് മൈ ചിൽഡ്രൻ give me some option to guide their children and grandchildren at least നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലായാൽ വെരി ഓക്കെ. പക്ഷെ താങ്ക് യു സർ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മേഡം ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പൊ നമുക്ക് പലർക്കും ഉണ്ട് എന്നെ അതേപോലെ വളർത്തുന്നു. ഇപ്പൊ നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കൂ, നമ്മളിൽ പല ആൾക്കാരും നമ്മുടെ പാരന്റ്സ് നല്ല രീതിയിൽ വളർത്തിയിട്ടാണോ? ഈ പാരന്റിങ് എന്നുള്ള നമ്മുടെ പാരന്റ്സ് എല്ലാം അങ്ങ് നല്ലതാണെന്ന് വിചാരിക്കരുത്. ഇല്ല പാരന്റിങ് ഇല്ല സർ, മോശമായിട്ട് ചെയ്ത ഷുവർ ഐ ആൾക്കാരും നോ. ഉണ്ട്. അപ്പൊ യെസ് സർ. നമ്മുടെ പാരന്റ്സ് നമുക്ക് തന്നിരുന്നത് നല്ല പാരന്റിങ് ശൈലിയായിരുന്നോ? ഇറ്റ്സ് എ ഒരിക്കലും മിക്സ്ഡ് ആയിരിക്കില്ല. സർ, അത് മിക്സ്ഡ് ആ, ആയിരുന്നു. മിക്സ്ഡിനെ അതെ. എൻ്റെ പക്ഷെ നമ്മള് സ്വന്തമായിട്ട് നമ്മളൊരു പ്രായം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് സ്വന്തമായിട്ട് ഒരു തിങ്കിങ് എബിലിറ്റി വന്നതിന് ശേഷം നമ്മൾ ചേഞ്ച് ആയില്ലേ? എനിക്കിതല്ല വേണ്ടത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പലരും യെസ് സർ, ഈവൻ നമ്മുടെ നമ്മൾ വർക്ക് 100%. ചെയ്യുന്ന മേഖലയായിരിക്കാം. ഇതിനകത്ത് വർക്ക് ചെയ്ത് ഇപ്പം എനിക്ക് തോന്നുന്നു 10th കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പലർക്കും പല ഡിപ്പാർട്ട്മെന്റ് എടുക്കാം. ഈ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ച ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എത്ര പേര് ഇതിനകത്ത് കാണും? വളരെ ചുരുക്കം ആൾക്കാരെ കാണൂ. കാരണം എന്താ? അവരൊരു പ്രായം കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി എൻ്റെ മേഖല ഇതല്ല, എനിക്കിത് വേണ്ട എന്ന് തോന്നിയിട്ട് പല ആൾക്കാരും വേറെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ വേറെ കാര്യങ്ങളായിരിക്കും പഠിച്ചിട്ട് ആ മേഖലയിലായിരിക്കും സക്സസ് ആയിട്ടുള്ളത്. ഓൾമോസ്റ്റ് അല്ല, വളരെ കുറച്ച് ആൾക്കാരെങ്കിലും അങ്ങനെ ആയിട്ടുണ്ട്. കാരണം എന്താ? അവർ തിങ്ക് ചെയ്തു എൻ്റെ ആ പ്രായത്തിൽ എനിക്ക് ഇതല്ലായിരുന്നു എൻ്റെ ചിന്തിക്കാനുള്ള ഒരു ശേഷി. അന്ന് വിചാരിച്ചിട്ട് അവർ ഇപ്പം അത് മാറിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മക്കൾക്കും നമ്മൾ വളർത്തുന്നതിനകത്ത് ചില പാകപ്പിഴവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവര് സ്വന്തമായിട്ട് ആർജിച്ചെടുക്കാനുള്ള കഴിവുകളും അവർക്കുണ്ടാകാം. ഓക്കെ. സാറ് ആ ക്രിക്കറ്റിന്റെ കാര്യം പറഞ്ഞത് എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ കാര്യം നമ്മളെ ക്ലബ് വീട്ടിൽ TV ഒന്നും ഇല്ലാതിരുന്നിട്ടും ക്ലബിൽ പോയിരുന്നിട്ട് ടെസ്റ്റ് ആ, ആ. ക്രിക്കറ്റ് ഒക്കെ 5 ദിവസം കണ്ടിരുന്ന സമയമുണ്ട്. ഇപ്പം ആ. 2020 പോലും കാണാറില്ല. അതിന് പോലുള്ള ഇല്ല ഇല്ല. ക്ഷമയില്ല. ഇപ്പൊ സ്കോർ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി പോവും, അല്ലെങ്കിൽ അതിന്റെ തന്നെ ഹൈലൈറ്റ്സ് കാണും. വല്ല ഏതെങ്കിലും നമുക്ക് ഫേവർ ആയിട്ടുള്ള ആരെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു ടീമിൽ ഉണ്ടെങ്കിൽ ആ ഒരു അത് കാണും. ടീമിന്റെ മാത്രം കാണും. അല്ലെ ആ ഒരു സെലക്റ്റീവായി ബാറ്റ്സ്മാൻ കുറച്ചും ആണെങ്കിൽ കൂടെ. ആ ബാറ്റിങ്ങിന്റെ ആ ഒരു ടൈമിൽ മാത്രമായിരിക്കും നമ്മൾ കാണുന്നത്. ഈവൻ ഫിലിം ആണെങ്കിൽ പോലും ഇപ്പൊ സിനിമകൾ മാറി. 2.5 മണിക്കൂറുള്ള ഒരു സിനിമ 2 മണിക്കൂറുള്ള ഒരു സിനിമകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. കാരണം എല്ലാവർക്കും ഈ 30 സെക്കൻഡ്സ് 1 മിനിറ്റ്സ് റീൽസ് കണ്ട് 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 ഓഡിയൻസിന് ഇപ്പം എങ്ങനെ അവരെ ബോറടിപ്പിക്കാതെ ലാഗ് ആക്കാതെ ചെയ്യാൻ പറ്റുമെന്നാണ് പല മേഖലയിലുള്ള ആൾക്കാരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ചേഞ്ചസ് വന്നു. അപ്പം നമ്മളും അതനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാക്കുക. കിച്ചണിലൊക്കെ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ നിന്ന് ഉണ്ടാക്കുന്ന ഫുഡ് പോലും മാറി. ഇപ്പോഴും ഫുഡിനകത്ത് പോലും പല ചേഞ്ചസും വന്നു. വളരെ നിമിഷങ്ങൾക്കുള്ള അതിലിപ്പോൾ ഇഷ്ടംപോലെ ഫാസ്റ്റ് ഫുഡൊക്കെ ഇതായില്ലേ. ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അരമണിക്കൂറോ 3/4 മണിക്കൂറോ നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യുമോ? അതും തന്നെ ഹാഫ് കുക്കഡ് ആയിട്ട് അവിടെ വെച്ചിരിക്കുകയായിരിക്കും. നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും ജസ്റ്റ് എല്ലാം പ്രിപ്പറേഷൻ ആക്കി എടുത്ത് തരുന്നത്.
ഓക്കെ, ടൈം ഇങ്ങനെ ഉം. ലേറ്റ് ആയി ഏ, പോയിക്കൊണ്ടിരിക്കുന്നു. 30 മിനിറ്റ്സേ ഉള്ളൂ, അല്ല എനിക്കറിയാം. ശരി തന്നെയാണ് സാറ് പറഞ്ഞ കാര്യങ്ങൾ. ഞാനും എനിക്കും തോന്നി ക്രിക്കറ്റൊക്കെ എൻ്റെ ഒരു +2 കാലഘട്ടത്തിലൊക്കെ നമ്മൾ കുറേ മണിക്കൂറുകൾ ഇരുന്ന് കാണുന്ന ആളായിരുന്നു. ഓക്കെ. ആ. എന്താ പറയാ, അതായത് 50 ഓവറൊക്കെ കാണുമ്പോഴേ, പക്ഷെ പിന്നീട് കുട്ടികൾ അത് കാണാതെ ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ന്യൂജൻ മക്കളോട് ചോദിക്കുമ്പോൾ അവർക്ക് ക്രിക്കറ്റ് തീരെ താല്പര്യമില്ല. ആ. ആ. ഇല്ല. കുറെ ശരിയാണ്. മക്കൾക്ക് എന്താന്ന് സമയം ഇരുന്ന് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും പഴയ ആ. കാലത്ത് ഈ ഡിഗ്രി സ്റ്റുഡൻസിനൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണ്ടിയിരുന്നു. പക്ഷെ ആ. ഇപ്പോഴും അവർക്ക് നമ്മൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് പോകുമ്പോൾ അവർക്ക് തീരെ താല്പര്യമില്ല. ഓക്കെ. എന്താണോ അതിന്റെ കോർ പോയിന്റ്സ് അത് മാത്രം കിട്ടിയാൽ മതി. ടീന മാം, ആ മാം മാം ഇന്ന് നാളെ മാം ഏത് ടോപ്പിക് എടുക്കുന്നത് ക്ലാസ്സിൽ? ഞാനോ ഞാന് നാളെ നാളെ എടുക്കാൻ പോകും. നാളെ മാഡത്തിന് ക്ലാസ് ഉണ്ടോ? ടീച്ചർ അല്ലേ? അതെ 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 നാളെ എടുക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക് പറയാമോ? നാളെ ഞാൻ വിചാരിക്കുന്നത് ആ. റിവൈൻഡ് റീജോയ്സ്. റിമൈൻഡ് റീജോയ്സ്. മാഡത്തിന്റെ സ്റ്റുഡൻസ് ഇപ്പൊ എന്തോ ചെയ്യുവാണെന്ന് അറിയാമോ? അല്ലെ ഇന്നലെ രാത്രി എന്താ ചെയ്തതെന്ന് അറിയാമോ? അവർ ഒരു പക്ഷേ ഈ എന്തോ റിവെന്റ് റീജോയ്സോ റിവൈൻഡ് ആൻഡ് റീജോയ്സ്. റിവൈൻഡ് ആൻഡ് റീജോയ്സ്. ഇവർ ഓൾറെഡി ആ ടോപ്പിക്ക് നാളെ എടുക്കാൻ പോകുന്നതിൽ എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലും ജെമിനിയിലോ ചാറ്റ് ജിപിടിയിലോ ഒക്കെ ആ ടെക്സ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഓൾറെഡി അവർ പ്രിപ്പയർഡ് ആണ്. കുറച്ച് പേരെങ്കിലും ശരി. പ്രിപ്പയർഡ് ആയിരിക്കും. വേറെ കുറച്ച് ആൾക്കാർ മാഡത്തിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം അവർ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തും. പണ്ട് അതില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അതിനകത്ത് പിള്ളേർ ഇങ്ങോട്ട് പറയും, മാം അത് അങ്ങനല്ലല്ലോ, ഇത് ഇങ്ങനാണല്ലോ എന്ന് വേണേൽ അവർ പറയും. അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സോഴ്സ് ഉണ്ട്. അവർക്ക് ഇപ്പം ചാറ്റ് ജിടിപി, ജെമിനി, അങ്ങനെ പല പല സോഴ്സുകളുണ്ട്. അത് ഈ ശരിയാ സോഴ്സ് സാറ് പറഞ്ഞത്, കറക്റ്റ് ആണ്. നമ്മൾ അവർക്ക് അതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ അത് ഒരു തരത്തിൽ നല്ലതുമാണ്, പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അതിന് സംസാരിച്ചു പോയാൽ കുറെ പോകും. പക്ഷെ ഇത് പ്രോബ്ലംസ് എന്താന്ന് വെച്ചാൽ ഇവർക്ക് അവരുടെ സ്റ്റൈല്, നമുക്കിപ്പോൾ LD ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാരൊക്കെ ചിലപ്പോൾ ഈ കൂട്ടത്തിൽ കാണും. ഇതല്ല എങ്കിൽ പലതരത്തിലുള്ള ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ട് മക്കൾക്ക്. ഇപ്പൊ എല്ലാവർക്കും അങ്ങ് ഓഡിറ്ററി അല്ലെങ്കിൽ വിഷ്വലൈസ്ഡ് ആണോ എന്നൊന്നും ഇല്ല. അപ്പം അവരുടെ സ്റ്റൈൽ ഏതാണ് എന്ന് തോന്നിയിട്ട് അവര് ഈവനിങ്ങിൽ ജെമിനി വഴിയോ ചാറ്റ് GTP വഴിയോ അതുപോലെ തന്നെ നോട്ട്ബുക്ക് LM വഴിയോ അങ്ങനെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ന് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുവഴി അവർക്ക് എന്താണോ ഏറ്റവും ബെറ്റർ ആയിട്ട് എടുക്കാനുള്ളത് അതെടുക്കും. ഇപ്പം തന്നെ ഇന്നത്തെ ഒരു ക്ലാസ് എന്താ പാരന്റിങ്ങിനെ പറ്റി ഇഷ്ടംപോലെ ആൾക്കാർ, നമ്മളൊരു സോഷ്യൽ മീഡിയസ് യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ പാരന്റിങ്ങിന്റെ ഒരുപാട് ക്ലാസ് കാണും. പക്ഷെ ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ഒരു ക്ലാസ് എടുക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ തന്നെ ജെമിനിയെ കൊണ്ട് എനിക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറി സ്ക്രിപ്റ്റ് ചെയ്യിപ്പിച്ചു, സെറ്റാക്കി, അതിന് വേണ്ടിയിട്ടുള്ള പിക്ചർ റെഡിയാക്കി സെപ്പറേറ്റ് ആക്കി എടുത്ത്. നമുക്കൊരു തിങ്കിങ് എബിലിറ്റീസ് ഉണ്ട് എങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ എന്താണോ വേണ്ടത് എന്ന് തോന്നി അതിനെ പ്രോംപ്റ്റ് ആക്കി കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതേപോലെ ഇപ്പോഴത്തെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് സത്യത്തിൽ പിള്ളേരെ പേടിച്ച് പഠിപ്പിക്കേണ്ട ഒരു സമയമാണ്. പലരും പേടിച്ചാണ് പഠിപ്പിക്കുന്നത്. കാരണം നമുക്ക് മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പം ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കൂടുതൽ ഐഡിയാസ് കാണും. അല്ലെ അവര് പിറ്റേ ദിവസം വന്ന് പറയും, ഇതാണല്ലോ മാഡം പഠിപ്പിച്ച ഇതാണല്ലോ. എന്തെങ്കിലും ഒരു ചെറിയ മൈനോട്ട് വന്നാലും മതി. ചിലരൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് ശരിയാ സാർ പറഞ്ഞ. നല്ല എന്താ പറയാ, ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ ഒരു 40 സ്റ്റുഡൻസ് ഈ ഒരു ടൈപ്പ് കുട്ടികളാണ്. കാരണം അപ്പൊ നമ്മൾ എന്താ എല്ലാം ചെയ്യേണ്ടത്? നല്ല നോളജ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മളും നല്ല രീതിയിൽ അപ്ഡേഷൻ വേണം. അതുപോലെ തന്നെ പുതിയ പുതിയ മെത്തേഡുകൾ, പ്രത്യേകിച്ച് ഈ ആക്ടിവിറ്റി മെത്തേഡ്, പഴയ ലെക്ചർ മെത്തേഡ് തീരെ പോയി. പോയി. ഇപ്പം അവർക്ക് അവരെങ്ങനെയാണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ ആയിട്ട് ടാസ്ക് ആയിട്ട് അവർ ഇതെങ്ങനെയാ പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ ക്യാച്ച് ചെയ്തെടുത്തിട്ട് അവരെടുത്ത് വെച്ചാൽ തന്നെ പറയും. പല ആപ്പൊക്കെ നമുക്ക് പോലും അറിയാത്ത അവർ പറയും. അത് എടുത്തിട്ട് നമ്മൾ അതിനെ പറ്റി നമ്മളൊരു ചെറിയൊരു ട്രെയിൻ ചെയ്യുക. എന്താണ് ഇപ്പൊ വന്നത്, ഞാൻ ഈ സ്റ്റൈലിൽ പഠിപ്പിച്ചാൽ മതിയോ അതോ വേറെ ആണോ, അതിനകത്ത് ചേഞ്ചസ് വരുത്തണോ, എനിക്ക് എവിടാണ് ചേഞ്ചസ് വരുത്തേണ്ടതെന്ന് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഓരോത്തിനെ പറ്റിയും നമ്മളൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. എന്താണ് ഇപ്പൊ വന്നിട്ടുള്ളത് എന്നൊക്കെ കുട്ടികളിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ പഠിക്കുന്നുണ്ട് ശരിക്ക് പല കാര്യങ്ങൾ അവരെടുത്തുന്നു. ഒരു ചെറിയ ഡയറി എടുത്ത് വെക്കണം. ഡയറി വെച്ചിട്ട് ഈ ടീച്ചിങ് മേഖലകളിൽ ഹെൽപ്പ് ചെയ്യുന്ന ആപ്പുകൾ ഏതൊക്കെയാണ്? 1-2 ആപ്പുകൾ പറയാമോ സീന മാം? ആപ്പുകൾ അതായത് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാ ആ കൂടുതല്. അങ്ങനെയല്ല, ചാറ്റ് GPT പോലുള്ളതാണോ സാർ ഉദ്ദേശിക്കുന്നത്? ചാറ്റ് GTP, ജെമിനി, നോട്ട്ബുക്ക് ജെമിനി. എല്ലാം, യെസ്. ഇതൊക്കെ ഇങ്ങനെ കുറെ ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഓ ആപ്പുകൾ ഓ വഴി
നമുക്കത് നോക്കാൻ പറ്റും. നോക്കട്ടെ, ഏതെങ്കിലും ഒരു ദിവസം ഇതേപോലെ ഒരു മോർണിംഗ് സെഷനിൽ ടീച്ചേഴ്സ് ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചേഴ്സിന് മാത്രം അല്ല, ടീച്ചേഴ്സിന് അതൊരു ബാക്കിയുള്ള വളരെ ബാക്കി യൂസ്ഫുൾ മേഖലകൾ ആയിരിക്കും. ബാക്കിയുള്ള വർക്ക് ചെയ്യുന്ന മേഖലകൾക്കുള്ള ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ സെഷൻ എന്ന് പറയുന്നത് ഒരു എ പറ്റിയായിരുന്നല്ലോ. അത് എയുടെ അതെ. അത്യാവശ്യം ബേസ് കാര്യങ്ങളെല്ലാം ഫൈസൽ സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഉം. അപ്പൊ നമുക്ക് അതിനകത്ത് ഓരോ കണ്ടന്റും ഓരോ ദിവസമായിട്ട് 30 മിനിറ്റ്സിൽ നമുക്ക് നോക്കാം. അപ്പൊ വരും ദിവസങ്ങളിൽ നമുക്ക് സമയം അനുസരിച്ച് നമുക്ക് എങ്ങനെ ബിസിനസ് മേഖലയിലായാലും ടീച്ചിങ് മേഖലകളിലായാലും നമുക്ക് അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസം നോക്കാം. ഓക്കെ, അത് വളരെ നല്ലതായിരിക്കും സാർ. ഉറപ്പായിട്ടും നമുക്ക് ഫൈസൽ സാറിനോട് നമുക്ക് പറയാം. നമ്മുടെ വിംബിൾ ചെയർമാൻ ഫൈസൽ സാറിനോടും അർച്ചന മാമിനോടും സൈന മാമിനോടൊക്കെ പറഞ്ഞതിന് ശേഷം അതെ, നമുക്കൊരു അതായത് ഒന്നുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള PPT അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ. PPT ഒക്കെ വിത്തിൻ 5 മിനിറ്റ്സിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ആപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം, വിഷയമില്ല. ഓക്കെ, ഏതായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ഉഷാറായി. താങ്ക് യു സൈന മാം. എനിവൺ? വേറെ ആർക്കൊന്നുമില്ല? നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു ബോബി മാം. മാമിന്റെ ഫുൾ നെയിം എന്താണ്? ബോബി മഹേന്ദ്ര. ബോബി മഹേന്ദ്ര, വെറൈറ്റി അതെ പേരാണല്ലോ. ഇന്ന് അതെ എല്ലാരും അതെ. വെറൈറ്റി പേരാണല്ലോ. എല്ലാരും വെറൈറ്റി പേര്. പോരാത്തതിന് ചന്ദ്ര മാം ഒക്കെ ഫാസ്റ്റ് ബോളർ ആൻഡ് സ്പെഷ്യൽ ബാറ്റ്സ്മാൻ എന്നല്ലേ പറയുന്നത്? എന്താണ് ഈ ലേഡീസ് ആകുമ്പോഴത്തേക്ക് ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത്? അവിടെ മാനാണോ? Equality, sir. No ഏ need of same name ആയിക്കോട്ടെ. ഓക്കെ, എല്ലാരെയും പരിചയം. എന്റെ ഫസ്റ്റ് സെഷൻ ആണ് ഇന്നത്തേത്. അപ്പം എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് എല്ലാരെയും പരിചയപ്പെടാൻ സാധിച്ചതിന് എന്നെ വളരെ അധികം സാറ് നന്ദിയുണ്ട്. പുതിയ ആദ്യമായിട്ട് വന്നതാണ് അല്ലേ? അതെ അതെ, ഫസ്റ്റ് ആണ്. താങ്ക് യു. സാറിന്റെ പുതിയ ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ്. ആണ്. പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. സജന മാം പറഞ്ഞോളൂ. അല്ല, പുതിയ ബാച്ചിലെ ആളാണ് പറഞ്ഞതായിരുന്നു. ലാസ്റ്റ് ബാച്ചില് സൗദിയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ആൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഒരു ഇനി കാര്യം ഉറങ്ങുന്നു. പറഞ്ഞോ ശരി. ഹൈഫിൽ ചൈൽഡ് സൈക്കോളജി എടുത്തിരുന്നത് സാറല്ലേ? എവിടാണ് ഹൈഫില്? ഷജീല മാം ആ, ഓർക്കുന്നുണ്ടോ? അതെ അതെ. ഉണ്ട്. നമ്മുടെ ബാച്ച് കഴിഞ്ഞ് അതിന് ശേഷമാണ് സാർ അവിടെ സ്റ്റാർട്ട് ചെയ്തത്. അല്ല, ഞാൻ രണ്ടാമത് മുമ്പേ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഷജീല മാം അതിന് മുമ്പില്. ചൈൽഡ് സൈക്കോളജി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും സാറ് റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ അതിലുണ്ടായിരുന്നു. ഓക്കെ, സാറിന്റെ ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒന്ന് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ 3 പാരന്റിങ് അല്ലേ പറഞ്ഞേ? അതെ അതെ അതെ. ഹെലികോപ്റ്റർ ഇത് മൂന്നും അല്ല, നമുക്ക് വേറെ ടൈപ്പ് പാരന്റിംഗ് ഉണ്ട്. അതോറിറ്റേറിയൻ പാരന്റിംഗ്, പെർമിസീവ് പാരന്റിംഗ്, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാരന്റിംഗ് ഉണ്ട്. ഞാനൊരു 30 മിനിറ്റ് സെഷൻ ആയതുകൊണ്ടാണ് ആ 3 പാരന്റിംഗ് എടുത്തത്. കാര്യം അർച്ചന മാഡം ഒക്കെ എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പം അരമണിക്കൂർ എന്നുള്ള ചിലപ്പോൾ അര ദിവസമാവും. അതുകൊണ്ട് ഞാനൊരു 3 പാരന്റിങ്ങിനകത്ത് നിർത്തിയത്. അതെ, അതുകൊണ്ട് നമ്മൾ 1 മണിക്കൂർ എത്തിയിട്ടുള്ളൂ. അല്ല, ഇതിപ്പോ ഞാൻ അരമണിക്കൂറിൽ നിർത്തി. പിന്നെ ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിരുന്നു. ഓക്കെ, സാർ വീണ്ടും ഇവിടെ നമ്മൾക്ക് വിമ്പിളില് സാറിനെ കിട്ടിയതിൽ ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് കിട്ടും. അതുപോലെ താങ്ക് യു ഷജീല മാം. താങ്ക് യു. ക്ലാസ് എടുക്കാൻ സാറിനെ ആളില്ലാണ്ട് പറയൂ. അനസ് സാറിനെ ഞാൻ നോട്ട് ചെയ്തപ്പോഴാന്ന് വെച്ചാലേ, ഞാൻ മറ്റേ നമ്മളെ ട്രെയിനേഴ്സിൻ്റെ ഇതിനകത്ത് വരുന്ന സെഷനിലെല്ലാം അനസ് സാർ എല്ലാ ദിവസവും വെൽ ഡ്രസ്സായിട്ട് ക്യാമറ ഓൺ ആക്കി വന്നിരിക്കും. സെഷൻ എടുക്കാനല്ല, കാണാനായിട്ട്. എനിക്കത് ഭയങ്കര, ഞാൻ ഇംപ്രസ്ഡ് ആയി. കാരണം എല്ലാ ദിവസവും, അതും രാവിലെയാണ്, വൈകുന്നേരമാണെന്ന് തോന്നുന്നല്ലേ? രാവിലത്തെ സെഷൻ ഞാൻ പൊതുവെ എനിക്ക് ഈ ഒരു ടൈം ആയിട്ട് കയറാൻ പറ്റാത്ത. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. താങ്ക് യു. സജന മാം പറഞ്ഞോളൂ. സോറി. ഇല്ല, ഇന്നലെ ക്ലാസ് എടുക്കാൻ ആളില്ലാണ്ടേ രാത്രിയിലാണ് കിട്ടിയത് ആളെ. പെട്ടെന്നായിരുന്നു. അല്ല, പെട്ടെന്ന് ആ സമയത്ത് റെഡി ആയിട്ട് വന്നല്ല, രാവിലെ തന്നെ ക്ലാസ് എടുക്കാൻ റെഡി ആയിട്ട്. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സജന മാം, ആക്ച്വലി അനസാറ് വന്നത് എന്നാണ് ക്ലാസ് എടുക്കണ്ടേന്ന് ചോദിച്ചിട്ടാ എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ രാവിലെ. എന്നുവെച്ചാൽ ഞാന് നമ്മൾ 21st ബാച്ചിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നു, മോർണിംഗ് ക്ലാസ് എടുക്കാൻ താല്പര്യമുള്ളവർ റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് രാത്രി ഒരാള് എനിക്ക് താല്പര്യമുണ്ട് മാം എപ്പോഴാണെന്ന്. ഞാൻ പറഞ്ഞു നാളെയാണ്. കാരണം ഇല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്
ഞാൻ എടുക്കാന്നാ സജന മാമിനോട് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉടനെ വേണോ, വെള്ളിയാഴ്ച എന്നെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ, ഉടനെ വേണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഓടി കറക്റ്റ് ആ ടൈമിങ്ങിൽ അനസാർ വരുന്നത്. അപ്പൊ നാളെ എന്ന് പറഞ്ഞപ്പോ ഒരു കുഴപ്പമില്ല, എടുക്കാന്നും പറഞ്ഞു. എല്ലാരും പരിചയപ്പെടാൻ സാധിച്ചല്ലോ അതുകൊണ്ട്. So thank you so much. Actually, it was a valuable learning experience for every parent and teacher. Thank you so much. And I know, sir, actually already proved you have a great presentation skill also. അത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ആക്ച്വലി അതെനിക്ക് വലിയൊരു അതിശയമായിട്ട് തോന്നിയില്ല. താങ്ക്സ്. അപ്പൊ ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കോംപ്ലിമെന്റ് കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ലിഫ്ന മാം ഇന്നലെ രാവിലെ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അനസാർ ക്ലാസ് എടുക്കുന്ന പോലെ ക്ലാസ് എടുക്കാൻ പഠിക്കണം, ഭയങ്കര അടിപൊളി ക്ലാസ് ആണെന്ന് പറഞ്ഞ്. ഏത് ക്ലാസ് കേട്ടിട്ടാണെന്ന് എനിക്കറിയില്ല. നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. നേരത്തെ ഈ പറഞ്ഞ പോലെ ചൈൽഡ് സൈക്കോളജിയുടെ ഒരു കോഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി സാറിന്റെ സ്റ്റുഡന്റ് ആയതുകൊണ്ട് സ്റ്റുഡന്റും ടീച്ചറാണ് കേട്ടോ. അപ്പൊ പിന്നെ അങ്ങനെ പലതും കേൾക്കേണ്ടി വരും പ്രൊഫസർ. സാറിന്റെ ക്ലാസ് കുറെ അറ്റൻഡ് ചെയ്തുകൊണ്ട് അറിയാം. പിന്നെ ഈ സമയത്ത് അത് പറഞ്ഞോട്ടെ, ലിഫ്ന മാം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വിംബിളിൽ ജോയിൻ ആയത്. മാം വിംബിളിന്റെ 20th ബാച്ചിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ലിഫ്ന മാം ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതേപോലെ ഒരു കോഴ്സ് നല്ല കോഴ്സ് ആണെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ 21th ബാച്ചിൽ ജോയിൻ ആയിട്ടുള്ളത്. അത് എനിക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ താങ്ക്സ്. അപ്പൊ എങ്ങനെയാണ്, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അർച്ചന മാം, സജന മാം. ഷുവർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? എന്താ പോണ്ടേ? എനിക്ക് ഉറങ്ങണ്ടേ സാർ? അല്ല സാർ ഇനി ഉറങ്ങാൻ പോകുന്നുള്ളൂ, പാവം. ഞാൻ ഉറങ്ങാൻ പോവാം. അല്ല, നമുക്ക് ആശാനൊരു വെല്ലുവിളിയാണ്. അതെ. അർച്ചന മാം വേഗം വിടാണ്, ഒരു ടൈം ഇതാവാതിരിക്കാൻ വേണ്ടിട്ട്. റെക്കോർഡ് വേണ്ട. അനസ് സാറിന് അറിയാഞ്ഞിട്ടാണ്. അർച്ചന മാമിന്റെ ക്ലാസ് 7 മണി വരെയൊക്കെ പോവാറുണ്ട്. അതെ, അതിന് മോട്ടിവേറ്റഡ് ആയിട്ട് കത്തിവെച്ച് ഇങ്ങോട്ട് വാട്ടാ കത്തി വെക്കാൻ. സജന മാം റെക്കോർഡിംഗ് ഓഫ് ആക്കിക്കോളൂ കേട്ടോ. അതെ, താങ്ക് യു. അപ്പൊ ഓക്കെ ദെൻ, താങ്ക് യു. ഇറ്റ് വാസ് എ ഗുഡ് ആൻഡ് ഇന്ററാക്റ്റീവ് സെഷൻ. അപ്പൊ ഓക്കെ, ബൈ. ഓക്കെ, ബൈ എവരിവൺ. ബൈ സർ. ബൈ മാം.